UGC നെറ്റ് കൊമേഴ്സ് ആസ്പിരൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ റിവിഷൻ പാക്കേജ് ആണ്. സ്പെഷ്യൽ റിവിഷൻ പാക്കേജ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുൻപ് ഒരു പെയ്ഡ് കോച്ചിങ് കൊമേഴ്സ് നോളജ് ചാനലിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെയ്ഡ് കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറച്ച് ക്ലാസ്സുകൾ, കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് കാരണമാണ് കുറച്ച് ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യാണ്, ആ പെയ്ഡ് ബാച്ചിൻ്റെ കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് തരികയാണ്. അങ്ങനെ ആ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിവിഷൻ പാക്കേജ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ബിസിനസിന്റെ പാർട്ട് 1 ക്ലാസ് ആണ്. നേരത്തെ എടുത്തു വെച്ച ക്ലാസ് ആണ്. കാരണം കഴിഞ്ഞ 1-2 വർഷം മുമ്പ് എടുത്തു വെച്ച ക്ലാസ്സുകളാണ്. സിലബസ് ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ക്ലാസ്സസ് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, എനിവേ, അപ്പോൾ മാക്സിമം ഈ ഒരു ക്ലാസ്, ഈ ഒരു റിവിഷൻ പാക്കേജ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ജൂൺ 2025 എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എനിവേ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഹൗ ടു സ്റ്റഡി ഇന്റർനാഷണൽ ബിസിനസ്, എങ്ങനെ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാം. അണ്ടർസ്റ്റാൻഡ് ദ തിയറി ഏരിയ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തിയറി ഏരിയ വിത്ത് എക്സാമ്പിൾസ്, എക്സാമ്പിളോട് കൂടി തന്നെ പഠിക്കണം. കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കൺസെപ്റ്റ് ഓറിയന്റഡ് സ്റ്റഡി. കറന്റ് അഫയേഴ്സ് നല്ലപോലെ വായിക്കണം. ഇതിൽ കറന്റ് അഫയേഴ്സോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് വിത്ത് പ്രസന്റ് സിനാറിയോ. അതായത് ഓരോ കൺസെപ്റ്റും പ്രസന്റിൽ എത്രത്തോളം വാലിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പ്രസന്റ് സിനാറിയോട് ഇടപിടിക്കുന്ന കൺസെപ്റ്റ്സ് ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് കീ ഫോക്കസിങ് ഏരിയ. അതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഏരിയ നമുക്ക് നോക്കാം. 2022 എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഏരിയ, മെമ്മറി ബേസ്ഡ് ട്രിക്സ്, പോയിന്റ് വൈസ് ട്രിക്സ്, ഹിസ്റ്ററി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഏരിയ. ഈ ഒരു ഏരിയയിൽ നമുക്ക് ആദ്യം കുറച്ച് നോളജ് ആദ്യം ഒന്ന് കൂട്ടാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും പഠിക്കാം. ആദ്യം കുറച്ച് നോളജ് കൂട്ടാം. യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നാഷൻസ്, യുണൈറ്റഡ് നാഷൻസ്. ഓക്കെ, ദെൻ UNO ഏത് വർഷമാണ് വന്നത്? യുണൈറ്റഡ് നാഷൻസ് ഏത് വർഷമാണ് വന്നത്? 1945 UNO വന്നത്. 1945 UNO വന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു മെമ്മറി ആഡിങ് ട്രിക്ക് ആണ്. ഓക്കെ, വെയിറ്റ്. 1945 UNO വന്നു അല്ലേ? വെയിറ്റ്. I will explain guys. Wait. Just a moment. ഓക്കെ, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ UNO. ഓക്കെ, 1945 വന്നു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US-ലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ദെൻ ഒരു ആസ്പെക്റ്റ് ആയി അല്ലെ, കുറച്ച് നോളജ് കൂടി. ഓക്കെ, നോളജ് പ്ലസ് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ UNO ഫുൾ ഫോം എന്താ? യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ 1945 വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ദെൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് വന്ന വർഷം 1951. ദെൻ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ്, IBRD അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 വന്നു. WTO-ന് മുമ്പ് ഉണ്ടായിരുന്നത് GATT എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ, വെയിറ്റ്. GATT ഫുൾ ഫോം എന്താ? നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഓക്കെ, അതായത് WTO-ന് മുമ്പ് ഉണ്ടായിരുന്നത് GATT ആയിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് WTO 1995 വന്നത്. GATT വന്ന വർഷം ഏതാ? 1947. അതിനുശേഷം 1995 WTO വന്നു. WTO വന്നതിന് ശേഷം GATT ഇല്ല. GATT WTO-ന് മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ബ്രിട്ടൻ വുഡ് ടിൻസ് എന്നറിയപ്പെടുന്ന IMF-ഉം IBRD-യുമാണ്. ദെൻ യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD 1964 വന്നത്. ഇത് ട്രേഡിനെ, വ്യാപാരത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UNCTAD വന്നത്. ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് UNCTAD ഏത് വർഷം? 1964. അപ്പോൾ നമുക്കൊരു നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പബ്ലിക്കേഷൻസ് ഓഫ് UNCTAD? നമ്മളിപ്പോൾ കണ്ടിരുന്നു അല്ലെ, UNCTAD എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ അവർ ഓരോ വർഷവും പബ്ലിക്കേഷൻസ് ചെയ്യാറുണ്ട്, ഓരോ പബ്ലിക്കേഷൻസ് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ പബ്ലിക്കേഷൻസിൽ പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട്, റിവ്യൂ ഓഫ് മാരിടൈം റിപ്പോർട്ട്, എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ആഫ്രിക്ക റിപ്പോർട്ട്, ഓൾ ഓഫ് ദീസ്. ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. ഇതൊക്കെ
UNCTAD-യുടെ യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ പബ്ലിക്കേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട്, റിവ്യൂ ഓഫ് മാരിടൈം റിപ്പോർട്ട്, എക്കണോമിക് ഡെവലപ്മെന്റ്, ആഫ്രിക്ക റിപ്പോർട്ട്, വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട്, ദ ലീസ്റ്റ് ഡെവലപ്മെന്റ് കൺട്രി റിപ്പോർട്ട്, ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ഇതൊക്കെ UNCTAD-യുടെ പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഏത് വർഷമാണ് UNCTAD വന്നത്? നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു 1964. ഓക്കെ, അപ്പോൾ UNO, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ എപ്പോഴാണ് വന്നത്? 1945. ഓക്കെ, ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1951. ദെൻ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ഐ തിങ്ക് 1945 വന്നത്. വെയിറ്റ് ഐ വിൽ ചെക്ക് ഇറ്റ്. IBRD വന്ന വർഷം ഐ വിൽ ചെക്ക് ഇറ്റ്. പ്ലീസ് വെയിറ്റ്. വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇയർ 1944. ഓക്കെ, വേൾഡ് ബാങ്ക് 1944 കേട്ടോ വന്നേ. വേൾഡ് ബാങ്ക് 1944, 45 44 വേൾഡ് ബാങ്ക് 1944. ഓക്കെ, വേൾഡ് ബാങ്ക് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ 1944. വേൾഡ് ബാങ്ക് 1944 വന്നത്. വേൾഡ് ബാങ്ക് 1944 വന്നത്. ഓക്കെ, IBRD-നെ വേൾഡ് ബാങ്ക് എന്നും പറയാറുണ്ട്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ്. ഓക്കെ, അതിനെ 1944 IBRD അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് വന്നത്. IMF ഏത് വർഷമാണ് വന്നേ? IMF established in 1944. സെയിം 1944 തന്നെയാണ് IMF വന്നത്. ഓക്കെ, സെയിം 1944 IMF ഓൾസോ 1944. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ് IMF-ന്റെ ഫുൾ ഫോം. IBRD-യുടെ ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ്. അപ്പോൾ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ്, അതായത് ബ്രിട്ടൻ വുഡിൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന കോൺഫറൻസിലാണ് ഈ രണ്ട് ഏരിയാസ് വന്നത്. ഏതൊക്കെ? IMF-ഉം IBRD-യും വന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്നത്, IMF ആൻഡ് IBRD. ഇത് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജസ്റ്റ് നോളജ് ബേസ്ഡ് സെക്ഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു. ഏതൊക്കെയാണ് പബ്ലിക്കേഷൻസ്? UNCTAD പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് 1964. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡ്. ദെൻ നെക്സ്റ്റ് വൺ. നമുക്ക് ആദ്യം ബിസിനസ് എൻവിറോൺമെന്റിന്റെ ഒരു ഭാഗത്ത് തുടങ്ങാം. പ്രധാനമായിട്ടും ഇന്റേണൽ എൻവിറോൺമെന്റ് എന്നും എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് എന്നും നമുക്ക് തിരിക്കാം. ഓക്കെ, ഇന്റേണൽ എൻവിറോൺമെന്റ് എന്നും എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് എന്നും തിരിക്കാം. എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റിന്റെ. അപ്പോൾ ഇന്റേണൽ എൻവിറോൺമെന്റിന്റെ ഉള്ളിൽ വരുന്നതാണ്, അതായത് ഒരു ബിസിനസിന്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യണം? പോളിസി ഉണ്ടാവും, ഓരോ പോളിസി ഡെവലപ്മെന്റ് ഉണ്ടാവും, അതായത് ഹ്യൂമൻ റിസോഴ്സ്, ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ലേബേഴ്സ്, വർക്കേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ കോർപ്പറേറ്റ് ഇമേജ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇതൊക്കെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. ഫിനാൻഷ്യൽ റിസോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പണം. അതൊക്കെ ഉള്ളിൽ വരുന്ന ബിസിനസിന്റെ ഓണർക്ക് ഉണ്ടാകുന്ന, കയ്യിലുണ്ടാകുന്ന ക്യാഷ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ബിസിനസിന്റെ പുറത്തുള്ള കാര്യങ്ങൾ എക്സ്റ്റേണൽ ആസ്പെക്ട് ഉണ്ട്. എക്സ്റ്റേണൽ ആസ്പെക്ടിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, മൈക്രോ ആൻഡ് മാക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കാര്യങ്ങൾ. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ കാര്യങ്ങൾ. ഓക്കെ, അത് ബിസിനസിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ലേബേഴ്സ്, മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സ്, കോർപ്പറേറ്റ് ഇമേജ്. ഇതൊക്കെ ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ബിസിനസിന്റെ എക്സ്റ്റേണൽ കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൈക്രോ ആൻഡ് മാക്രോ എൻവിറോൺമെന്റ് എന്ന് തിരിക്കാം. അപ്പോൾ മൈക്രോ എൻവിറോൺമെന്റിൽ എന്തൊക്കെയാണ് വരിക? മൈക്രോ എൻവിറോൺമെന്റ് സപ്ലയേഴ്സ്, അതായത് ഒരു സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റ് ഇന്റർമീഡിയറീസ്, പബ്ലിക്. ഫോർ എക്സാമ്പിൾ, ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസ് വിതരണം ചെയ്യണം. അപ്പോൾ റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ആളാരെ? സപ്ലയേഴ്സ് ആണ്. സപ്ലയേഴ്സ് അത് എന്ത് ചെയ്യുന്നു? ഒരു ഷോപ്പ് ഓണേഴ്സിന് എന്ത് ചെയ്യുന്നു? റോ മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്നു. റോ മെറ്റീരിയൽസ് എന്നിട്ട് ഫൈനൽ ഇത് പ്രൊഡക്റ്റ് ആയതിനു ശേഷം ആർക്ക് കൊടുക്കുന്നു? കസ്റ്റമേഴ്സിന് കിട്ടുന്നു. അങ്ങനെ അതിന്റെ ചെറിയ ആസ്പെക്ട് ആണ് മൈക്രോ എൻവിറോൺമെന്റിൽ വരിക. സപ്ലയേഴ്സ് മുതൽ കസ്റ്റമേഴ്സ് വരെ. അതിന്റെ ഇടയിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് പോലുള്ള ആൾക്കാർ ഉണ്ടാവും. ഓക്കെ, പബ്ലിക് ഉണ്ടാവും, ജനറൽ പബ്ലിക് ഉണ്ടാവും. അതിനെയാണ് കസ്റ്റമേഴ്സ്, ജനറൽ പബ്ലിക് ആൻഡ് കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് ഉൾപ്പെടുന്നതാണ് മൈക്രോ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഫ്രം സപ്ലയേഴ്സ് ടു കസ്റ്റമേഴ്സ്, അതായത് ഒരു സപ്ലയർ റോ മെറ്റീരിയൽ കൊടുത്ത് അത് ഫൈനൽ പ്രൊഡക്റ്റ് ആയി മാറുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ആക്കേണ്ട റോ മെറ്റീരിയൽസ് ആദ്യം എന്ത് ചെയ്യുന്നു? സപ്ലയേഴ്സ് വിതരണം ചെയ്യുന്നു. റോ മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് അത് ഫൈനൽ പ്രൊഡക്റ്റ് മൊബൈലായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ മൈക്രോ എൻവിറോൺമെന്റിൽ വരുന്നത്. അതായത് ആദ്യം റോ മെറ്റീരിയൽസ് തുടങ്ങി അത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഏതിൽ വരും? മൈക്രോ എൻവിറോൺമെന്റിൽ വരും. മാക്രോ എൻവിറോൺമെന്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലുതാണ്. അതിലേതൊക്കെ വരും? എക്കണോമിക് എൻവിറോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്, ടെക്നോളജി, സോഷ്യൽ എൻവിറോൺമെന്റ്, ലീഗൽ എൻവിറോൺമെന്റ്, ഇതൊക്കെ വരും. ഓക്കെ, എക്കണോമിക് എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് പോളിസീസ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസീസ്, അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന സമയത്ത്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങൾ, ആ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നിയമങ്ങൾ, അങ്ങനെയുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസികൾ, ഇൻട്രസ്റ്റ് റേറ്റ്,
ഇൻഫ്ലേഷൻ ഉണ്ടോ, പണപ്പെരുപ്പമുണ്ടോ, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നതിനെ ഇൻഫ്ലേഷൻ എന്ന് പറയാം, പണപ്പെരുപ്പം എന്നാ പറയാം, സാധനങ്ങൾക്കൊക്കെ വില കൂടി എന്നാണ് അർത്ഥം. ഓക്കെ, ദെൻ സ്ട്രെങ്ത് ഓഫ് കൺസ്യൂമർ സ്പെൻഡിങ്, എക്കണോമിക് സിറ്റുവേഷൻ, ക്യാപിറ്റലിസം ആണോ സോഷ്യലിസം ആണോ മിക്സഡ് എക്കണോമി ആണോ. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈവറ്റ് പാർട്ടീസ് ഭരിക്കുന്ന ഒരു ഏരിയനാണ്, പ്രൈവറ്റ് മുതലാളിമാർ ഭരിക്കുന്ന ഒന്നാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ, കൺട്രോൾ മെയ്ഡ് ബൈ ഗവൺമെന്റ് ആയിരിക്കും. മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മിക്സഡ് എക്കണോമിക്ക് ഉദാഹരണമാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്നാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഐഡിയോളജീസ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്, കൺട്രീസ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ ഓരോ പാർട്ടീസിനും അതുപോലെ തന്നെ ഐഡിയോളജി ഉണ്ടാവും, ടാക്സേഷൻ പോളിസി ഉണ്ടാവും, ഗവൺമെന്റ് പോളിസി ഉണ്ട്, അതൊക്കെയാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരിക. ദെൻ നെക്സ്റ്റ് വൺ ടെക്നോളജി. മാറി വരുന്ന ടെക്നോളജീസും ബിസിനസിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. മാറി വരുന്ന ടെക്നോളജി. ഫോർ എക്സാമ്പിൾ, ഓരോ വർഷം നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഈ വർഷം ഉണ്ടാകുന്ന മൊബൈൽ ആയിരിക്കില്ല അടുത്ത വർഷം, അങ്ങനെ അപ്ഡേറ്റഡ് ടെക്നോളജി വരും. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഓരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇന്നോവേഷൻ, ഓരോ പ്രോഡക്റ്റിലും ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ദെൻ കോപ്പിറൈറ്റ്, റീപ്ലേസ്മെന്റ് ആൻഡ് മെച്യൂരിറ്റി, ടെക്നോളജിക്കൽ സിറ്റുവേഷൻ, ആക്സസിബിലിറ്റി ഓഫ് ടെക്നോളജി. ഈ ഒരു ടെക്നോളജി വല്ലാതെ കൂടുന്ന ഒരു സിറ്റുവേഷനും ബിസിനസിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ടെക്നോളജിക്കൽ എൻവയോൺമെന്റും ബിസിനസിന്റെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാം. ദെൻ സോഷ്യൽ എൻവയോൺമെന്റ് നോക്കാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ 1990 ഉണ്ടായിരുന്ന ഡ്രസ്സിംഗ് സ്റ്റൈൽ അല്ല 2022 ആകുമ്പോഴേക്കുള്ളത്. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴേക്കും ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറുന്നു, ലൈഫ് സ്റ്റൈൽ മാറുന്നു, കൺസ്യൂമർ ബൈയിങ് പാറ്റേൺ മാറുന്നു. ദെൻ കസ്റ്റമേഴ്സ് ആൻഡ് റിലീജിയൻ, ആറ്റിറ്റ്യൂഡ് ബിഹൈൻഡ് കൺസ്യൂമേഴ്സ്, പെർസെപ്ഷൻ ഓഫ് കൺസ്യൂമർ ആൻഡ് മീഡിയ. ദെൻ ലീഗൽ എൻവയോൺമെന്റ് നോക്കും. ഒരുപാട് നിയമങ്ങളാണ് ലീഗൽ എൻവയോൺമെന്റിൽ വരിക. കമ്പനീസ് ആക്ട് 2013, ഫാക്ടറീസ് ആക്ട് 1948, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് 1951, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 2002, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, ദെൻ MRTP, മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969, കോമ്പറ്റീഷൻ ആക്ട് 2002, ദെൻ FEMA 1999, അതർ ലോ നോക്കുക. ഇതൊക്കെ നിയമങ്ങളാണ് ഏതിൽ വരിക, ലീഗൽ എൻവയോൺമെന്റിൽ വരിക. ഇതൊക്കെ നോട്ട് ചെയ്യണം, വർഷങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലീഗൽ എൻവയോൺമെന്റ്. ദെൻ നെക്സ്റ്റ് വൺ, പെസ്റ്റ്. ഒരു വർഷം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അല്ലേ. മെയിനായിട്ട് മൈക്രോ എൻവയോൺമെന്റ് എന്നും മാക്രോ എൻവയോൺമെന്റ് എന്നും, മൈക്രോ എൻവയോൺമെന്റ് എന്നും മാക്രോ എൻവയോൺമെന്റ് എന്നും തിരിക്കാം. അപ്പോൾ മാക്രോ എൻവയോൺമെന്റ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റൽ ആസ്പെക്ട്, ഇതൊക്കെയാണ്. പെസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ്റ്റേണൽ എൻവയോൺമെന്റിലെ മാക്രോ എൻവയോൺമെന്റിനെയാണ് പറയുന്നത്. മാക്രോ എൻവയോൺമെന്റിൽ ഏതൊക്കെ വരിക, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, P എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, E എന്ന് പറഞ്ഞാൽ എക്കണോമിക്, ദെൻ S എന്ന് പറഞ്ഞാൽ സോഷ്യൽ, T എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ, L എന്ന് പറഞ്ഞാൽ ലീഗൽ, E എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ. ഇതാണ് പെസ്റ്റിൽ എന്നതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഇതൊക്കെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലെ മാക്രോ എൻവയോൺമെന്റിൽ വരുന്നതാണ് ഈ പെസ്റ്റിൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ഈ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അതായത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ I will explain. Next one, IMF. We are starting with one of the important topic, IMF. Established 27th December 1945. Wait. I think 1944. Okay. Formed in 1944. Wait. 1944 ഇത് വന്നത്, പക്ഷേ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 1945 അങ്ങനെയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് 1944, അതായത് ഫോം ചെയ്ത വർഷം, IMF ഫോംഡ് ചെയ്ത വർഷം 1944. ഓക്കെ, ബട്ട് സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്കിംഗ് ഓൺ 27th December 1945. അങ്ങനെയാണ് എഴുതേണ്ടത്. നിങ്ങൾ എഴുതുന്ന സമയത്തും അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ 1944 ഇത് ഫോം ചെയ്തു. ഓക്കെ, ഫോം ചെയ്ത വർഷം 1944. അതേസമയം ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാം, സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്കിംഗ്, അത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 27th December 1945. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതാം, ഫോംഡ് ഇൻ ദ ഇയർ 1944. ഓക്കെ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, ഫോംഡ് ഇൻ ദ ഇയർ 1944. ഓക്കെ, ബട്ട് സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്കിംഗ് ഓൺ 27th December 1945. ഓക്കെ, 27 ഡിസംബർ 1945 വന്നത്. അപ്പോൾ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഇടയിലാണ്, ആ ഒരു മീറ്റിംഗിന്റെ ഇടയിലാണ് IMFും IBRDയും കടന്നു വന്നത്. ഓക്കെ, ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് നടന്ന വർഷം ഏതാ, 1944. ഓക്കെ, അപ്പോൾ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് നടന്ന വർഷം തന്നെ 1944 തന്നെ IMF ഫോം ചെയ്തു. പക്ഷെ അതിന്റെ വർക്കിംഗ് തുടങ്ങിയത് 27th December 1945. ഓക്കെ, ഫോംഡ് ഇൻ ദി ഇയർ 1944 ആൻഡ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്കിംഗ് 1945. ഓക്കെ, ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 190 മെമ്പേഴ്സ് ഉണ്ട്. മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലിന ജോർജീവ. ദെൻ ഏറ്റവും അവസാനം ആഡ് ചെയ്ത രാജ്യം അൻഡോറ. ഓക്കെ, അൻഡോറ ഏറ്റവും അവസാനം
IMF-ൽ ആഡ് ചെയ്ത രാജ്യമാണ് അൻഡോറ എന്ന് പറയുന്നത്. ദെൻ നോക്കുക, പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IMF-ന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് നോക്കുക, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, പിന്നെ അതേപോലെ തന്നെ BOP ഡിഫിക്കൽട്ടീസ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യം ബാലൻസ് ആയിട്ട് പോവുക എന്നുള്ളതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു രാജ്യത്തിന്റെ ഇൻകം കൂടാം, എക്സ്പെൻസ് കുറയാം. ഓക്കെ, ഇൻകം കൂടാം, എക്സ്പെൻസ് കുറയാം. ഓക്കെ, അതേസമയം വേറെ സിറ്റുവേഷൻ ഉണ്ടാവാം, ഒരു ത്രാസ് പോലെയാണ് അല്ലേ ഉണ്ടാവുക, ത്രാസ് പോലെയാണ് ഉണ്ടാവുക. ഒരു സമയം ചിലപ്പം ഇൻകം കുറയാം, എക്സ്പെൻസ് കൂടാം, അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ബാലൻസിൽ പോകണം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ട് ഇൻകവും എക്സ്പെൻസ് ഒക്കെ തുല്യതാ രീതിയിൽ പോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്, അതേസമയം ഇൻകം കുറഞ്ഞാലോ നമുക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും നമ്മൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ IMF-ന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിഫിക്കൽട്ടീസ്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് എക്സ്പെൻസ് കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, വല്ലാതെ ചിലവൊക്കെ കൂടുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ IMF അത് ഇടപെട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവാണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എഗ്രിമെന്റ് സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യവുമായി കറൻസിയുമായി താരതമ്യം ചെയ്യുന്നതിനാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഡോളർ വില ഇടിഞ്ഞു, $1 വാങ്ങണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആണ് ഞാനിവിടെ പറയുന്നത്, 73 ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം. ചില സാഹചര്യങ്ങൾ $1 വാങ്ങണമെങ്കിൽ 75 രൂപയൊക്കെ കൊടുക്കേണ്ട സിറ്റുവേഷൻ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ $1 വാങ്ങണമെങ്കിൽ 70 രൂപ കൊടുക്കുന്ന സിറ്റുവേഷൻ വരാം. അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വരും. അതിനാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റും അധികം താഴാത്ത രീതിയിൽ കൊണ്ടുപോകണം, നല്ല മെയിൻ്റെനൻസ് ആയിട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിൾ ആയിട്ടും കൊണ്ടുപോകണം. അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി കോഓപ്പറേഷൻ, പണപരമായ ഇടപാടിലെല്ലാം ഒരു കോഓപ്പറേഷൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ബാലൻസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, അധികം, അതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ബാലൻസ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അധികം ത്രാസ്, ഞാൻ പറഞ്ഞല്ലോ, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ത്രാസ് പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ കൂടുകയും കുറയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം. നഷ്ടം വരാത്ത രീതിയിൽ കൊണ്ടുപോകണം. ദെൻ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഓഫ് IMF-ൽ 3 ഫംഗ്ഷൻ. ഒന്ന് സർവൈലൻസ്, അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി സഹായങ്ങൾ നൽകും. ടെക്നിക്കൽ അസിസ്റ്റൻസ്, എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ട്രേഡുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും IMF ഡീൽ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, IMF ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. BOP പ്രോബ്ലംസ് IMF സോൾവ് ചെയ്യും. അപ്പോൾ IMF-ന്റെ പ്രധാനപ്പെട്ട എങ്ങനെയാണ്? IMF ഫോം ചെയ്ത വർഷം ഏതാ? 1944. But started its working on 27th December 1945. ഓക്കെ, IMF ഫോം ചെയ്ത വർഷം 1944, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തത് 1945. ഓക്കെ, അത് പ്രത്യേകം പഠിക്കണം. ദെൻ IMF ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് IMF ഇടപെടുന്നത്. എന്തെങ്കിലും കൺട്രി എപ്പോഴും ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോകണം, ഈക്വൽ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് IMF ഇടപെടുക. അപ്പോൾ IMF ഒരുപാട് ഫെസിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഫെസിലിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? BOP പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റിയാണ്. ഒന്ന് ബഫർ സ്റ്റോക്ക് ഫിനാൻസിംഗ് ഫെസിലിറ്റി 1969 കൊണ്ടുവന്നു. ഇതൊക്കെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി 1974, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി 1986. ദെൻ ഇതൊക്കെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ എൻഹാൻസ്ഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി 1987, പ്രൊവൈഡിംഗ് ഫിനാൻസ് ടു പുവർ കൺട്രീസ്, IMF-ൽ ഉൾപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട രാജ്യങ്ങളുണ്ടാവും, അവർക്ക് ഫിനാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ കോമ്പൻസേറ്ററി ആൻഡ് കണ്ടിജൻസി ഫിനാൻസിംഗ് ഫെസിലിറ്റി 1988. ഇതൊക്കെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് IMF-ൽ ഉൾപ്പെട്ട രാജ്യങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ഫെസിലിറ്റി ഇവർ കൊണ്ടുവന്നത്. ഓരോ ഫെസിലിറ്റിയും അതിന്റെ ഇയറും ചിലപ്പോൾ ചോദിക്കാം, നെറ്റ് എക്സാം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇതിന്റെ ഇയർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. IMF പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്, IMF-ൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി. IMF-ൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ക്ഷേമ പ്രവർത്തനം പോലെ കൊടുക്കുന്ന ഫെസിലിറ്റിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ IMF-ന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താ? എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ BOP ഡിഫിക്കൽട്ടീസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഓക്കെ, IMF കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസിലിറ്റിയാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് അല്ലെങ്കിൽ SDR എന്ന് പറയുന്നത്. ഇതിന് SDR പേപ്പർ ഗോൾഡ് എന്ന് പറയാം. അതായത് നമ്മൾ ഇന്റർനാഷണൽ റിസർവ് ഗോൾഡ് രൂപത്തിൽ സൂക്ഷിച്ചു വെക്കും. അതായത് രാജ്യം ക്യാഷ് രൂപത്തിൽ മാത്രം സൂക്ഷിച്ചാൽ പോരാ, കുറച്ച് ഗോൾഡ് രൂപത്തിലും സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ പിന്നെ പ്രധാനമായിട്ടും ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം, എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ബാലൻസിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന്റെ ബാലൻസിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് രൂപത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രധാനമായിട്ടും
ഈ റിസർവ് ഓഫ് ഗോൾഡ് രൂപത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതെടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാഷാക്കി മാറ്റി നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഓരോ രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനാണ് പ്രധാനമായിട്ടും BOP ഡെഫിസിറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഓരോ രാജ്യവും ഗോൾഡ് രൂപത്തിലും എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും, ഒരു കുറച്ച് എമൗണ്ട് സൂക്ഷിച്ചു വെക്കും. അപ്പോൾ പ്രധാനമായിട്ടും SDR എന്ന് പറയുന്നത് 5 കറൻസികൾ കൂടി ചേർന്നതാണ്. 5 കറൻസിയിലാണ് പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ വാല്യൂ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? US ഡോളർ ഉണ്ട്, യൂറോ ഉണ്ട്, ജപ്പാനീസ് yen ഉണ്ട്, ജപ്പാനീസ് കറൻസി ആയിട്ടുള്ള yen ഉണ്ട്, ചൈനീസ് റെൻമിൻബി ഉണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് ഉണ്ട്. ഇത് ഇത്രമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഗോൾഡ് രൂപത്തിൽ ഇന്റർനാഷണൽ റിസർവ് സൂക്ഷിച്ചു വെക്കുന്നു. ഗോൾഡ് രൂപത്തിൽ എന്തെങ്കിലും രാജ്യത്തിന് എന്തെങ്കിലും ഇതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗോൾഡ് രൂപത്തിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഈ 5 രാജ്യങ്ങളുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? US ഡോളർ. അത് കഴിഞ്ഞതിന് ശേഷം ഏതാ? യൂറോ. അത് കഴിഞ്ഞതിന് ശേഷം ജാപ്പാനീസ് yen. അത് കഴിഞ്ഞതിന് ശേഷമാണോ എന്നറിയില്ല. ജസ്റ്റ് ഇതിന്റെ ആദ്യത്തെ രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് US ഡോളറാണ്, അതിനുശേഷം യൂറോ ആണ്. ഓക്കെ, അതർ കറൻസി ഞാൻ എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് കണക്ക് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വെയിറ്റ് ഐ വിൽ സെർച്ച് ഹിയർ. ഓക്കെ, ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് ഇപ്പം തന്നെ പറഞ്ഞുതരാം. SDR കറൻസി ഷെയർ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, വെയിറ്റ് ഏറ്റവും കൂടുതലുള്ളത് ഞാൻ വെയിറ്റ് അതുകൂടെ ചിലപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. US ഡോളർ ഏറ്റവും കൂടുതലുള്ളത് വെയിറ്റ് ഓക്കെ, ദെൻ കിട്ടി. ഏറ്റവും കൂടുതലുള്ളത് US ഡോളറാണ്. 41.73 വെയ്റ്റ്സ് ആണുള്ളത്. അതിനുശേഷം യൂറോ 30. ദെൻ മൂന്നാമത് ചൈനീസ് യുവാൻ ആണ്, അല്ലെങ്കിൽ ചൈനീസ് റെൻമിൻബി. ഓക്കെ, ചൈനീസ് റെൻമിൻബി. മൂന്നാമത് നിൽക്കുന്നത് ചൈനീസ് റെൻമിൻബി ആണ്. ഓക്കെ, അത് എത്ര പെർസെൻറ്റേജ്? അത്ര പെർസെൻറ്റേജ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട. 10% ആണ്. ദെൻ 10 വെയിറ്റ് ആണ്. നാലാമതുള്ളതാണ് ജപ്പാനീസ് yen, അത് 8 ആണ്. ദെൻ ബ്രിട്ടീഷ് പൗണ്ട്, അതും 8 തന്നെയാണ് വരുന്നത്, അത് 5-മതാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ US ഡോളർ, സെക്കൻഡ് പൊസിഷനിൽ യൂറോ, തേർഡ് പൊസിഷനിൽ ചൈനീസ് യുവാൻ അല്ലെങ്കിൽ റെൻമിൻബി കറൻസി, ദെൻ ഫോർത്ത് പൊസിഷനിൽ ജാപ്പാനീസ് yen, ഫിഫ്ത്ത് പൊസിഷനിൽ ബ്രിട്ടീഷ് പൗണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ 5 കറൻസിന്റെ രൂപത്തിലാണ് നമ്മൾ ഈ ഗോൾഡ് സൂക്ഷിച്ചു വെക്കുന്നത്. ഗോൾഡ് അതിന്റെ വാല്യൂ ചെയ്യുന്നത് ഈ 5 കറൻസിയുടെ പേരിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ SDR സൂക്ഷിച്ചു വെക്കുന്ന രീതി എന്ന് പറയുന്നത് US ഡോളറിലാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം യൂറോ, ദെൻ ചൈനീസ് റെൻമിൻബി അല്ലെങ്കിൽ ചൈനീസ് യുവാൻ എന്ന് പറയാം, ചൈനീസ് യുവാൻ കറൻസി എന്ന് പറയാറുണ്ട്, ചൈനീസ് റെൻമിൻബി എന്ന് പറയാറുണ്ട്. നാലാമത് ജാപ്പനീസ് yen, 5-മതാണ് ബ്രിട്ടീഷ് പൗണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഓക്കെ, ഓരോ രാജ്യത്തിനും IMF-ൽ കോട്ടാസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങൾക്കിത്. അപ്പോൾ കോട്ടാസിനനുസരിച്ചായിരിക്കും IMF ലോൺ ഫെസിലിറ്റി ഒക്കെ കൊടുക്കുക ഓരോ രാജ്യത്തിനും. അതായത് രാജ്യത്തിന്റെ എക്കണോമി പവർ അനുസരിച്ച് ഓരോ രാജ്യത്തിനും കോട്ടാസ് ഉണ്ട്. ഓക്കെ, 25% ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഗോൾഡിലാണ് സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, സൂക്ഷിച്ചു വെക്കുക ഗോൾഡിലാണ്. അതായത് നമ്മൾ SDR ഒക്കെ പോലെ സൂക്ഷിച്ചു വെക്കും. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് പോലെ ഗോൾഡ് രൂപത്തിലൊക്കെ സൂക്ഷിച്ചു വെക്കും. 75% അവരവരുടെ കറൻസിയിലും സൂക്ഷിച്ചു വെക്കും. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ ഏറ്റവും കൂടുതൽ കോട്ട എന്ന് പറയുന്നത് ലൈക്ക് അവരുടെ വോട്ടിംഗ് റൈറ്റ് ഒക്കെ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനും അവരുടെ സാമ്പത്തിക നിലയനുസരിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, IMF-ൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലോൺ ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ കോട്ടാസ് പ്രൊവൈഡഡ് ഫണ്ട് ടു IMF ടു ഗിവ് ലോൺസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ 25% കോട്ട ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഗോൾഡ് രൂപത്തിൽ സൂക്ഷിച്ചു വെക്കണം, 75% ഡൊമസ്റ്റിക് കറൻസിയിൽ സൂക്ഷിച്ചു വെക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ദെൻ വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ, വേൾഡ് ബാങ്ക് ഫൗണ്ട് ചെയ്ത ഇയർ 1944 ഫൗണ്ട് ചെയ്തു. ഓക്കെ, വേൾഡ് ബാങ്ക് ഫൗണ്ട് ചെയ്ത ഇയർ 1944 ദെൻ ഓക്കെ 1944 ഫോം ചെയ്തു. ഫോംഡ് ഇയർ 1944. വേൾഡ് ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെ, അമേരിക്ക തന്നെയാണ്. ദെൻ പ്രസിഡന്റ് ജിം യോങ് കിം. ദെൻ IMF ആൻഡ് IBRD ആർ ബ്രിട്ടൻ വുഡ് ടീംസ്. ഓക്കെ, കെയിം ആഫ്റ്റർ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന് ശേഷമാണ് IMF, IBRD അല്ലെ IBRD-നെ വേൾഡ് ബാങ്ക് എന്ന് പറയാം കേട്ടോ. വേൾഡ് ബാങ്കിനെ അല്ലെങ്കിൽ IBRD എന്ന് പറയാം, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ്. ഓക്കെ, പ്രൊവൈഡ്സ് ക്രെഡിറ്റ് വേർത്തി പുവർ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. അതായത് അധികം പാവപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ ലോൺ ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേൾഡ് ബാങ്കിന്റെ ലക്ഷ്യം. ഓക്കെ, വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ 5
അതായത് വേൾഡ് ബാങ്ക് നമ്മൾ പറഞ്ഞല്ലോ പൂവർ കൺട്രീസിന്, മിഡിൽ ഇൻകം കൺട്രീസിന്, അധികം പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേൾഡ് ബാങ്കിന്റെ ലക്ഷ്യം. അതിന് സഹായിക്കുന്ന 5 ഗ്രൂപ്പുകളുണ്ട്. ഏതൊക്കെയാ? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ്, IBRD, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് തന്നെയാണ് IBRD നമ്മൾ പറയാം. അതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് എടുക്കാം. വേൾഡ് ബാങ്കിനെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം. ഓക്കെ, വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് അല്ലാത്തത് ഏത് എന്നൊക്കെ ഒരു വർഷം ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1945. ദെൻ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, IFC ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, IFC എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റൽ അസോസിയേഷൻ 1960. സോഫ്റ്റ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പലിശ നിരക്കിൽ, അതായത് സ്മോൾ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ എന്ത് ചെയ്യും? ലോൺ കൊടുക്കും. IDA ഇന്റർനാഷണൽ ഡെവലപ്മെന്റൽ അസോസിയേഷൻ. ഓക്കെ, ചെറിയ പലിശ നിരക്കിലൊക്കെ വേൾഡ് ബാങ്കിൽ ഉൾപ്പെടുത്തിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ചെറിയ പലിശ നിരക്കിലും, പൂവർ രാജ്യങ്ങൾക്ക്, പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ചെറിയ പലിശ നിരക്കിൽ, സ്മോൾ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ലോൺ കൊടുക്കും. ദെൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്, ICSID 1966. ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്, അതും വേൾഡ് ബാങ്കിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ഒന്നാണ്. വേൾഡ് ബാങ്ക് ലോൺ ഒക്കെ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICSID പ്രധാനമായിട്ടും. ദെൻ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, MIGA 1988. മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, MIGA 1980. ഇതൊക്കെ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടുന്നവയാണ്. അപ്പോൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടുന്നവ ഏത്, പെടാത്തവ ഏത് എന്നൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, ഓരോന്നിന്റെ ഇയർ ഓർത്ത് വെക്കണം. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, IDA ഏത് വർഷം വന്നു? 1960. ICSID ഏത് വർഷം വന്നു? 1966. MIGA ഏത് വർഷം വന്നു? 1988. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരണം. IBRD 1945. IBRD 1945. ആക്ച്വലി 1944 IMF ഉം IBRD ഒക്കെ വന്നത്. പ്രധാനമായിട്ടും ഫോം ചെയ്ത വർഷം 1944. സാധാരണ ഇയർ ഒന്നും ചോദിക്കാറില്ല. 1944 വന്നത്. പക്ഷെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 1945. ഓക്കെ, അതിന്റെ സ്റ്റാർട്ട് ചെയ്തത് 1945. സാധാരണഗതിയിൽ IMF ഏത് വർഷം വന്നു, IBRD ഏത് വർഷം വന്നു എന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ് ഇവ രണ്ടും വരുന്നത്. ബ്രിട്ടൻ വുഡിലെ ഒരു മീറ്റിംഗ്, അവിടെ ഒരു മീറ്റിംഗിലാണ്, ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ് ഇത് രണ്ടും വരുന്നത്. 1944 മീറ്റിംഗിലായിരുന്നു വന്നത്. അപ്പോൾ ഫോം ചെയ്ത വർഷം ചോദിച്ചാൽ 1944. പക്ഷെ രണ്ടും വർക്കിംഗ് തുടങ്ങിയത് 1945. ഓക്കെ, വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 1945. അതുകൊണ്ടാണ് IBRD ഇവിടെ 1945 എന്ന് കൊടുത്തത്. നെക്സ്റ്റ് വൺ, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. നമുക്കറിയാം അല്ലേ, 1 ജനുവരി 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട, ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്നത്. ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ദെൻ 164 മെമ്പർ കൺട്രീസ് ഉണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നോക്ക്. ട്രേഡ് പോളിസി റിവ്യൂ, ഓരോ രാജ്യത്തിന്റെയും വ്യാപാര പോളിസികൾ മനസ്സിലാക്കുക. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡിലെ റൂൾസും പ്രൊസീജിയേഴ്സ് ഒക്കെ വിലയിരുത്തുക. ദെൻ ട്രേഡ് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, വ്യാപാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ദെൻ ഇൻക്രീസ് ദ വേൾഡ് ട്രേഡ് ബൈ ലോവറിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങൾ മാറ്റിയിട്ട് ട്രേഡ് കൂട്ടുക. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ട്രെയിനിങ് ഫോർ ട്രേഡ് മാറ്റേഴ്സിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ടെക്നിക്കൽ പരമായിട്ടുള്ള ഇത് എന്താ പറയുക, ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഓഫ് WTO പ്രധാനമായിട്ടും വരുന്നത്. ദെൻ ഓരോ മീറ്റിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും WTO അവസാനം വന്നൊരു മീറ്റിംഗ് എന്ന് പറയുന്നത് 8ാമത്തെ മീറ്റിംഗ് ആയിട്ടുള്ള ഉറുഗ്വേ റൗണ്ടിലാണ് WTO വരുന്നത്. ഉറുഗ്വേ റൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മീറ്റിംഗ് ആണ്. ആ ഒരു സമയത്ത് നടന്ന മീറ്റിംഗിലാണ് WTO ഉടലെടുത്തത്. സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു, 1947 GATT ആയിരുന്നു, ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ആയിരുന്നു. അത് മാറ്റിയിട്ട് അവസാനമാണ് WTO ഏത് റൗണ്ടിലാണ് വരുന്നത്, ഉറുഗ്വേ റൗണ്ടിലാണ്. ഓരോ വർഷവും ഓരോ സ്ഥലത്ത് മീറ്റിംഗ് വെച്ചു. അങ്ങനെ ആ ഒരു മീറ്റിംഗ്സിലെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, അവസാന മീറ്റിംഗ്സിലാണ് WTO വന്നത്. ഉറുഗ്വേ റൗണ്ട് എന്നാണ് അതിനെ പറയാം. ഉറുഗ്വേ റൗണ്ടിലാണ് WTO. അപ്പം അതിന് ഇടയിലുണ്ടായിരുന്ന മീറ്റിംഗ്സ് ഒക്കെ ഏത് വർഷങ്ങളാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ആവശ്യമില്ല എന്നാലും നോട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് ചെയ്ത ജനീവയിലായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് 1947. 8ാമത്തെ മീറ്റിംഗിലാണ് WTO വരുന്നത്. ആദ്യത്തെ മീറ്റിംഗിൽ ഏതാ വന്നത്, GATT, ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഇപ്പം GATT ഇല്ല, GATTക്ക് പകരം ഇപ്പം WTO വന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നു. ഉറുഗ്വേ റൗണ്ടിലാണ് WTO വന്നത്. ദെൻ എന്തൊക്കെ സപ്പോർട്ട്സ് ആണ് WTO കൊടുക്കുന്നത് നോക്കാം. ഓക്കെ, പ്രത്യേകം ആംബർ ബോക്സ്, ഗ്രീൻ ബോക്സ്, ബ്ലൂ ബോക്സ്, ഇങ്ങനെ 3 രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാറുണ്ട് WTO. എന്തൊക്കെയാ നോക്ക്.
പിന്നെ ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി, അതായത് ട്രേഡിന് ആവശ്യമായിട്ടുള്ള വ്യാപാരത്തിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, വളം സബ്സിഡി. ഓക്കെ, ഫെർട്ടിലൈസേഴ്സും വളവും. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള വളങ്ങൾ. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ് എന്താ പറയുക നമ്മൾ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്. ദെൻ അതിന് പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിലാണെങ്കിൽ വളം എന്ന് പറയും. ഓക്കെ, വളം. ദെൻ സബ്സിഡി, ചെറിയ നിരക്കിൽ സാധനങ്ങൾ കൊടുക്കാം. ഓക്കെ, ദെൻ ഗ്രീൻ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഫ്ലഡ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് സഹായിക്കും. ബ്ലൂ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഫാമേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പേയ്മെന്റ്സ് കൊടുക്കും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഡൊമസ്റ്റിക് സപ്പോർട്ട് WTO കൊടുക്കുന്നത്. ദെൻ ഏറ്റവും ഉയർന്ന ബോഡി മിനിസ്റ്റേറിയൽ കോൺഫറൻസ് ആണ്. WTOയിലെ ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത്, ഏറ്റവും ഉയർന്ന അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്റ്റേറിയൽ കോൺഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഫെർട്ടിലൈസേഴ്സ് ഫെസിലിറ്റി ഒക്കെ കൊടുക്കുന്ന ഏതിലാണ്, ആംബർ ബോക്സിൽ. ഗ്രീൻ ബോക്സിൽ എന്താ, നാച്ചുറൽ കലാമിറ്റീസിന്, അതായത് എന്തെങ്കിലും ഫ്ലഡ്, അതേപോലെ തന്നെ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള സമയത്തൊക്കെ കർഷകനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബ്ലൂ ബോക്സിൽ എന്താ, ഡയറക്റ്റ് പേയ്മെന്റ് ടു ഫാർമേഴ്സ്. ദെൻ ഏറ്റവും ഹയസ്റ്റ് ബോഡി ഏതാ, മിനിസ്റ്ററിയൽ കോൺഫറൻസ്. അതിനുശേഷം പിന്നെ കുറച്ച് ബോഡീസ് ഉണ്ട്, ജനറൽ കൗൺസിൽ, കൗൺസിൽ ഓഫ് ട്രേഡിംഗ് ഗുഡ്സ്, കൗൺസിൽ ഓഫ് ട്രേഡിംഗ് സർവീസസ്, ട്രേഡ് നെഗോഷിയേഷൻ ബോഡി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹയസ്റ്റ് ബോഡി ഇൻ WTO മിനിസ്റ്ററിയൽ കോൺഫറൻസ്. DSB ഉണ്ട്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. എന്തെങ്കിലും വ്യാപാരവുമായി തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ട്രേഡിന് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി ഉണ്ട്. ദെൻ ട്രേഡ് പോളിസി റിവ്യൂ ബോഡി ഉണ്ട്, TNC ട്രേഡ് നെഗോഷിയേഷൻ കമ്മിറ്റി ഉണ്ട്. ഇതൊക്കെയുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഓഫ് WTO. അപ്പോൾ ഒരു പോയിന്റ്സ് കുറച്ച് നോട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. മിനിസ്റ്ററിയൽ കോൺഫറൻസ് ഓരോ 2 വർഷവും, മിനിസ്റ്ററിയൽ കോൺഫറൻസ് ഏറ്റവും ഹയസ്റ്റ് ബോഡിയാണ്. ഓരോ 2 വർഷം കൂടുമ്പോൾ അവർ മീറ്റിംഗ് വെക്കും, എവറി 2 years. ഡേ ടു ഡേ മാറ്റർ നോക്കുന്ന ആരാ, ജനറൽ കൗൺസിലാണ്. ജനറൽ കൗൺസിലാണ് WTOയിലെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നോക്കുന്നത്, ജനറൽ കൗൺസിലാണ്. മിനിസ്റ്ററിയൽ കോൺഫറൻസ് ആണ് ഹയസ്റ്റ് ബോഡി. അത് ഓരോ 2 വർഷം കൂടുമ്പോഴും അത് മീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഏറ്റവും അവസാനം ജോയിൻ ചെയ്ത മെമ്പർ WTOയിലെ അഫ്ഗാനിസ്ഥാനാണ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് WTO. നോൺ ഡിസ്ക്രിമിനേഷൻ, എല്ലാ രാജ്യങ്ങളെയും തുല്യമായിട്ട് കാണാം. അതന്നെയാണ് മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളെയും ഈക്വൽ ആയിട്ട് കാണാം, തുല്യരായിട്ട് കാണാം. റെസിപ്രോസിറ്റി, മ്യൂച്വൽ കൺസെഷൻ, താരിഫ് റേറ്റ്. അതായത് റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് എന്താ പറയുക, ഒരു ട്രേഡ് ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്ത, അതായത് ട്രേഡ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ട്രേഡ് വ്യാപാരം നടത്തുക, അതൊക്കെയാണ് റെസിപ്രോസിറ്റിയിൽ ഉൾപ്പെടുന്നത്. ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് മാറ്റേഴ്സ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യാം. അതായത് ട്രേഡ് പോളിസി ഇങ്ങനെയൊക്കെയാണ്, ഓരോ രാജ്യത്തിൻ്റെയും ട്രേഡ് പോളിസി ഇങ്ങനെയൊക്കെയാണ്, അതൊക്കെ മറ്റ് രാജ്യങ്ങളെ അറിയിക്കുക, അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളോട് പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ട്രാൻസ്പാരൻസി. ഫ്രീയർ ട്രേഡ്, അതായത് ബാരിയേഴ്സ് ഒന്നും തടസ്സമില്ലാത്ത ട്രേഡ്. സേഫ്റ്റി ആൻഡ് വാല്യൂസ്, അതായത് നല്ല നല്ല സാധനങ്ങൾ മാത്രം വിൽക്കാതെ സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ, വാല്യൂ ഉള്ള സാധനങ്ങൾ, പൈസയ്ക്ക് തുല്യമായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ വിൽക്കുക. ഫെയർ കോമ്പറ്റീഷൻ, FAIR എന്ന് മതി. അതായത് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ, ഗുഡ് കോമ്പറ്റീഷനെ ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, WTO പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ മാത്രം, ഗുഡ് കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ രാജ്യങ്ങളെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു റൂൾ എന്ന് പറയുന്നത് WTOന്റെ. ഓക്കെ, ദെൻ WTO എഗ്രിമെന്റ്സ് നോക്കാം. ഒരുപാട് എഗ്രിമെന്റ്സ് ഉണ്ട്. എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട, നമ്മുടെ WTO എന്ന് പറഞ്ഞാൽ എന്താ, ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള WTO എഗ്രിമെന്റ് ഉണ്ട്. അതിനെ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ അല്ലെങ്കിൽ AOA എന്ന് പറയാം. അതായത് എക്സ്പോർട്ട് സബ്സിഡി, ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് കയറ്റി അയക്കുമ്പോൾ, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ കുറച്ച് സബ്സിഡി കൊടുക്കുക, അതേപോലെ തന്നെ ഡൊമസ്റ്റിക് സപ്പോർട്ട് കൊടുക്കുക, മാർക്കറ്റ് അനുവദിച്ചു കൊടുക്കുക. അതായത് കൃഷി, ഫാർമറെ സംരക്ഷിക്കുക എന്ന രീതിയിലാണ് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ വരുന്നത്. ഓക്കെ, ദെൻ മൾട്ടി ഫൈബർ എഗ്രിമെന്റ്, ക്ലോത്തിങ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, അതായത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഡ്രസ് ഐറ്റംസ് ഒക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുക, അതാണ് എഗ്രിമെന്റ് ഓൺ മൾട്ടി ഫൈബർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ദെൻ ട്രിംസ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്. ഓക്കെ, നാഷണൽ ട്രീറ്റ്മെന്റ് ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക, അതാണ് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്. അതേപോലെ തന്നെ ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ലൈക്ക് കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പാറ്റന്റ്, ഇതിനൊക്കെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ കോപ്പി ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അതൊക്കെയാണ് പാറ്റന്റ്, കോപ്പി റൈറ്റ് എന്നൊക്കെ പറയുന്നത്. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് സർവീസസ്, ഓക്കെ, ലൈക്ക് ടൂറിസം, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായം നൽകുക എന്നുള്ളതും WTOന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ ഓറിയന്റേഷൻ. സിമ്പിൾ ആണ്, ഇത് ഒരു വർഷം ചോദിച്ച ചോദ്യമാണ്. EPRG ഫ്രെയിംവർക്ക് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. EPRG ഫ്രെയിംവർക്ക്. E എന്ന് പറഞ്ഞാൽ എത്നോസെൻട്രിക്, P എന്ന് പറഞ്ഞാൽ പോളിസെൻട്രിക്, R എന്ന് പറഞ്ഞാൽ റീജിയോസെൻട്രിക്, G എന്ന് പറഞ്ഞാൽ ജിയോസെൻട്രിക്. ഓക്കെ, സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് പറയാം.
EPRG ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓറിയന്റേഷൻ എന്ന് പറയാം. ഇത് നിങ്ങൾ PDF നല്ല വിശദമായിട്ട് പഠിക്കുക. ഓക്കെ, ഒരുപാട് പേജസ് ഉള്ള PDF ആണ്, ജസ്റ്റ് നമ്മൾ 37 പേജസ് എത്തിയതേ ഉള്ളൂ. 239 പേജസ് ഉള്ള PDF ആണ്. സോ കെയർഫുൾ, നല്ല രീതിയിൽ പഠിക്കാം. എത്നോസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇന്റർനാഷണൽ ഓറിയന്റേഷൻ നമ്മൾ ഹോം കൺട്രി സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക, ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, മൊബൈലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ രാജ്യത്തെ ഹോം കൺട്രി സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഇന്ത്യൻ സ്ട്രാറ്റജി, അതായത് ഇന്ത്യയിലുള്ള സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്, ഇന്ത്യയിൽ മാത്രമാണ് നമ്മൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യൻ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹോം കൺട്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് എത്നോസെൻട്രിക് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ പോളിസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് കൺട്രി സ്ട്രാറ്റജിയാണ്. ഹോസ്റ്റ് കൺട്രി, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. ഓക്കെ, ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ആ രാജ്യത്തെ ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ ഹോം കൺട്രി അല്ല, ഹോസ്റ്റ് കൺട്രി, നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഓസ്ട്രേലിയയിലെ ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അതാണ് ഹോസ്റ്റ് കൺട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഹോം കൺട്രി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡൊമസ്റ്റിക്, നമ്മുടെ രാജ്യത്ത് ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്, മറ്റു രാജ്യങ്ങളിൽ പോയാലും സെയിം സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കും, ഹോം കൺട്രി സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏത് രാജ്യത്താണോ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ആ രാജ്യത്തെ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് പോളിസെൻട്രിക്. ദെൻ റീജിയോസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് രാജ്യങ്ങൾ നമ്മൾ ഒരു റീജിയനാക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇതൊക്കെ അടുത്തടുത്തുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയിരിക്കും, കാരണം അടുത്തടുത്തുള്ള രാജ്യങ്ങളായതുകൊണ്ട് ഏകദേശം സിമിലർ ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെക്കും സിമിലർ ആയിട്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ രാജ്യങ്ങളെ എന്ത് ചെയ്യും? ഇതുപോലെ ഗ്രൂപ്പ് ആക്കും. അതേപോലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂസിലാൻഡ്, അതേപോലെ തന്നെ പിന്നെ ഇംഗ്ലണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഗ്രൂപ്പ് ആക്കിയിട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു റീജിയൻ ആക്കി കൊടുക്കും. അങ്ങനെ ഓരോ റീജിയനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊടുക്കുന്നു. അപ്പോൾ അടുത്തടുത്തുള്ള രാജ്യങ്ങളൊക്കെ വെച്ച് ഒരു ഗ്രൂപ്പ് ആക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഏകദേശം സിമിലർ ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു മാർക്കറ്റിംഗ് മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അടുത്തടുത്തുള്ള രാജ്യങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു, അടുത്തടുത്തുള്ള റീജിയനിലുള്ള ആൾക്കാരൊക്കെ ഒരു ഗ്രൂപ്പിലാക്കുന്നു. അതാണ് റീജിയോസെൻട്രിക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ജിയോസെൻട്രിക്, ഗ്ലോബൽ ഓറിയന്റേഷൻ. അതായത് എല്ലാ രാജ്യത്തും നമ്മൾ പലതരം സ്ട്രാറ്റജി. ഓക്കെ, എൻറ്റയർ വേൾഡ് ഈസ് എ സിംഗിൾ മാർക്കറ്റ്. ഫോർ എല്ലാ രാജ്യത്തും സെയിം സ്ട്രാറ്റജി, സിംഗിൾ മാർക്കറ്റ്. എൻറ്റയർ വേൾഡ് ഈസ് എ സിംഗിൾ മാർക്കറ്റ്. ഗ്ലോബൽ എല്ലാ രാജ്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട്, ഓക്കെ, എല്ലാ രാജ്യത്തും മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ജിയോസെൻട്രിക് എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തും കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ്, ഏറ്റവും കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ്. എല്ലാ രാജ്യത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിംഗ് ട്രിക്സ് ഉപയോഗിക്കുന്നു. എല്ലാ രാജ്യത്തും പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ട്രിക്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഏറ്റവും വലിയൊരു കൺസെപ്റ്റാണ് ജിയോസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പം ഗ്ലോബൽ ഓറിയന്റേഷൻ, എല്ലാ രാജ്യങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിംഗ് ട്രിക്സ് ഉപയോഗിക്കുന്നു. അതാണ് ജിയോസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? എത്നോസെൻട്രിക്, ഹോം കൺട്രി സ്ട്രാറ്റജി. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഏതാണോ അതേ സിമിലർ സ്ട്രാറ്റജി തന്നെ. പോളിസെൻട്രിക് എന്താ? ഹോസ്റ്റ് കൺട്രി സ്ട്രാറ്റജി. റീജിയോസെൻട്രിക് എന്താ? റീജിയണൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ റീജിയണൽ സ്ട്രാറ്റജി, ഓരോ റീജിയൻ എടുത്ത് ഗ്രൂപ്പ് ആക്കിയിട്ട്. ദെൻ ജിയോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഓറിയന്റേഷൻ, എല്ലാ രാജ്യങ്ങളിലും മാർക്കറ്റിംഗ് ട്രിക്സ് ഉപയോഗിക്കുന്നത്. ജിയോസെൻട്രിക്. ദെൻ നെക്സ്റ്റ് വൺ എത്നോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക്, ജിയോസെൻട്രിക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് സിമ്പിൾ, ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ബേസ് കിട്ടാൻ വേണ്ടി. ആദ്യം ഒരു കമ്പനി എന്താവുന്നു? നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മാത്രമായി വരുന്നു. അതിനെ ഡൊമസ്റ്റിക് കമ്പനി എന്നാ പറയാം. അതിനുശേഷം അത് പലതരം രാജ്യങ്ങളിലേക്ക് മാറുന്നു. അതിനെ ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയും. ഇതിനെ പ്രോസസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ, പല രാജ്യങ്ങളിലേക്ക് കമ്പനി വ്യാപിക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു പ്രോസസ് പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇന്ത്യൻ കമ്പനി വരുന്നു, ഇന്ത്യയിൽ മാത്രമായിരിക്കും വരിക, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമായിരിക്കും വരിക. അതിനെ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാം. അതിനുശേഷം ആ കമ്പനി വ്യാപിച്ച് കുറച്ചുകൂടെ രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക്, ശ്രീലങ്കയിലേക്ക്, അങ്ങനെ പല പല രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതിനെയാണ് ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയാം. അതിനുശേഷം അത് മൾട്ടിനാഷണൽ കമ്പനിയാവും. ഓക്കെ, 2 മുതൽ 10 രാജ്യങ്ങൾ വരെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? പോവുകയാണെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി, ഏകദേശം നോർമൽ കേസാണ് പറയുന്നത്. അതിനുശേഷം അത് കുറച്ചുകൂടെ വലുതായിട്ട് ഗ്ലോബൽ കമ്പനിയാവും. ഏറ്റവും വലിയത് കുറേ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന കമ്പനീസിനെയാണ് ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറയാം. ഏറ്റവും വലുത് ട്രാൻസ്നാഷണൽ കമ്പനിയാണ്. അപ്പോൾ ഏറ്റവും ചെറുതേതാ? ഡൊമസ്റ്റിക് കമ്പനി. അതിനുശേഷം ഇന്റർനാഷണൽ കമ്പനി, അതിനുശേഷം അതിനുശേഷം മൾട്ടിനാഷണൽ കമ്പനി, അതിനുശേഷം ഗ്ലോബൽ കമ്പനി, അതിനുശേഷം ട്രാൻസ്നാഷണൽ കമ്പനീസ്. ഓക്കെ,
ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഒരു രാജ്യത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിനാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാം. ഒരു രാജ്യത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിന് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു രാജ്യത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻകം കൂടാം, എക്സ്പെൻസ് കുറയാം, ചിലപ്പോൾ എക്സ്പെൻസ് കൂടാം, ഇൻകം കുറയാം, അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിന് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാം. എക്സ്പോർട്ട് റെക്കോർഡ് ചെയ്യും, ബോറോയിങ് റെക്കോർഡ് ചെയ്യും, ഫോറിൻ എക്സ്ചേഞ്ച് പൊസിഷൻ റെക്കോർഡ് ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. ഒരു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ്, ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ്, എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്ക്, പിന്നെ ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ BOP സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? BOP സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ്, BOP സർപ്ലസ് എന്ന് പറഞ്ഞാൽ, സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം, അതായത് ഇൻകം കൂടിയിട്ട് ഒരു രാജ്യത്തെ എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇൻകം കൂടി, എക്സ്പെൻസ് കുറഞ്ഞു, ഇതിനെയാണ് BOP സർപ്ലസ് എന്ന് പറയുക, ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് എന്ന് പറയാം. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം കുറഞ്ഞ് എക്സ്പെൻസ് കൂടുന്ന ഒരവസ്ഥ, അതായത് നമുക്ക് നഷ്ടമായ ഒരവസ്ഥ, അതാണ് ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമുള്ള ഒരവസ്ഥ, ഇൻകം കൂടുന്നു, എക്സ്പെൻസ് കുറയുന്നു. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടമായ അവസ്ഥ, ഇൻകം കുറയുന്നു, എക്സ്പെൻസ് കൂടുന്നു. ഓക്കെ, ഈ ഒരു സിസ്റ്റം സംഭവിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും കമ്പോണൻസ് ഓർ അക്കൗണ്ട്സ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരുപാട് അക്കൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കാം. കറന്റ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഗുഡ്സും സർവീസസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കറന്റ് അക്കൗണ്ടിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ ഒരു രാജ്യത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ കയറ്റുമതി ചെയ്തിട്ട് ഓസ്ട്രേലിയയിൽ എത്തിച്ചു. ദിസ് വൺ ഈസ് ആക്ച്വലി ഒരു ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. അതേപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് കുറച്ച് ഗുഡ്സ് ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. അങ്ങനെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് കറന്റ് അക്കൗണ്ടിൽ. എക്സ്പോർട്ട് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സും വരും, അതേപോലെ തന്നെ സർവീസസും വരും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയായിരുന്നു, ഓസ്ട്രേലിയയിലുള്ള ഒരു ബിൽഡിംഗ് വാങ്ങി. ഓക്കെ, ഓവർസീസ് അസറ്റ് വാങ്ങി. ഓവർസീസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് വാങ്ങി. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കറന്റ് അക്കൗണ്ട് ജസ്റ്റ് എക്സ്പോർട്ട് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്യാപിറ്റൽ ഫ്ലോസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്താം. ഓക്കെ, ദെൻ ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ട്, ഫോർ എക്സാമ്പിൾ ഗോൾഡ്, ഫോറിൻ എക്സ്ചേഞ്ച്, SDR, ഇങ്ങനെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, ഇങ്ങനെ ഗോൾഡ് രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റുമതി ചെയ്യുന്നതൊക്കെ ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ടിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഡിസിക്വിലിബ്രിയം. BOP ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് കൂടുന്നു, ഇൻകം കുറയുന്നു. BOP സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം കൂടുന്നു, എക്സ്പെൻസ് കുറയുന്നു. ഓക്കെ, ദെൻ എന്തൊക്കെ കൊണ്ടാണ് ഡിസിക്വിലിബ്രിയം സംഭവിക്കുക? ഇൻഫ്ലേഷൻ, വാർ, ഇപ്പോൾ ഒരു വാർ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ പല രീതിയിലുള്ള യുദ്ധങ്ങൾ, അതേപോലെ തന്നെ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ എന്ന് വെച്ചാൽ കൊറോണ പോലുള്ള സിറ്റുവേഷൻസ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രി പെട്ടെന്ന് തകർന്നു പോകുന്നൊരു സിറ്റുവേഷൻസ്, റിക്കഷൻ, പല രാജ്യങ്ങളിലും മോശമായിട്ടുണ്ടാകുന്ന അവസ്ഥ, എക്സ്ചേഞ്ച് റേറ്റ് വാല്യൂഷൻ കൂടുന്ന ഒരവസ്ഥ. ഓക്കെ, ഡോളർ വില ഇടിഞ്ഞു, ഡോളർ വില കൂടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിടയ്ക്ക് വാർത്ത കേൾക്കാറുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ പ്രധാനമായിട്ടും ഡിസിക്വിലിബ്രിയം സംഭവിക്കാം, ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം സംഭവിക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്. അടുത്തൊരു പോയിന്റ് ആണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി എന്ന് പറയുന്നത്. ഇതിവിടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മാക്സിമം ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം, കാരണം ഇത് സിമ്പിൾ ആസ്പെക്ട് ആണ്, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ 49 പേജസിലാണ് എത്തിയത്. മാക്സിമം നമുക്ക് സ്പീഡാക്കാം. ഓക്കെ, സിമ്പിൾ പോയിന്റ്സ് ആണ്, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ്സിൽ 239 സ്ലൈഡ്സ് ഉണ്ട്. അതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള ഒരുപാട് ഏരിയാസ് ഞാൻ എടുത്തുതരും. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എടുത്തുതരും. ഓക്കെ, ദെൻ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ട്രേഡ് തിയറി നമുക്ക് നാലായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? മെർക്കന്റലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ, ക്ലാസിക്കൽ തിയറിയിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, മോഡേൺ തിയറി, ഹെക്സ്റ്റർ ഒഹിലിൻ ഫാക്ടർ എൻഡോമെന്റ് തിയറി, ലിയോണ്ടിഫ് പാരഡോക്സ് ഉണ്ട്. അതേപോലെ തന്നെ ന്യൂ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ ലിൻഡർ ഇൻകം പെർഫോമൻസ് സിമിലാരിറ്റി തിയറി, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി, ഹ്യൂമൻ സ്കിൽ ആൻഡ് ടെക്നോളജി ബേസ്ഡ് വ്യൂസ്. അതിലൊന്നാമത്തെ മെർക്കന്റലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഗോൾഡിനൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു തിയറിയാണ്, ട്രേഡ് തിയറിയാണ്, വ്യാപാര തിയറി. അതായത് കൂടുതൽ ഗോൾഡുള്ള പ്രിഷ്യസ് മെറ്റലിനെയാണ്, അതായത് ഗോൾഡ് കൂടുതലുള്ള രാജ്യത്തെ എന്ത് ചെയ്യും? പവർഫുൾ കൺട്രി ആയിട്ട് മറ്റു രാജ്യങ്ങൾ പരിഗണിക്കും. അതായത് കൂടുതൽ ഗോൾഡ് ഉണ്ടോ അപ്പോൾ കൂടുതൽ പവർഫുൾ കൺട്രി ആയിട്ട് നമ്മൾ പരിഗണിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് അല്ല. ചോദ്യം ചോദിക്കുന്നത് സാധാരണ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയും കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇത്
ഇവിടെ നമ്മൾ ഗോൾഡ്, അപ്പം ഇവിടെ ലൈക്ക് നമ്മൾ ഒരു സാധനം വിൽക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ബാർട്ടർ സിസ്റ്റം ഒക്കെ, പണ്ട് കാലത്തുണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റം ഒക്കെ പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ലൈക്ക് ഒരു സാധനത്തിന് പകരം ഒരു സാധനം നമ്മൾ അങ്ങോട്ട് വിൽക്കുന്ന സമയത്ത് തിരിച്ച് വേറൊരു സാധനമായിരിക്കും തരിക. അപ്പോൾ ഇവിടെ പ്രിഷ്യസ് മെറ്റൽസിന് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് കൂടുതൽ, അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം സീറോ സം ഗെയിം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു രാജ്യം പറ്റിക്കപ്പെട്ടേക്കാം. ഫോർ എക്സാമ്പിൾ 1 കിലോ സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അതിന് പകരമായി കൊടുക്കുന്ന ഗോൾഡ് രൂപത്തിലുള്ള സാധനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 1 കിലോയിനുള്ള കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു രാജ്യം ചിലപ്പോൾ പറ്റിക്കപ്പെടാം. ഓക്കെ, ചിലപ്പോൾ 2 രാജ്യത്തിന് ബെനിഫിറ്റ് ഇല്ലാത്ത രീതിയിൽ ട്രീറ്റ്മെന്റ് നടക്കാം. അപ്പോൾ കൂടുതൽ ഗോൾഡ് ഉള്ള രാജ്യത്തെ കൂടുതൽ പവർഫുൾ കൺട്രി ആയിട്ട് പണ്ട് കാലത്ത് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. തെറ്റായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ചിലപ്പോൾ. ഓക്കെ, പണ്ട് കാലത്തെ ഒരു തിയറി ആണല്ലോ. ദെൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഉണ്ട്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് പോസിറ്റീവ് സം ഗെയിം ആണ്, 2 രാജ്യത്തിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു തിയറിയാണ്. ഫോർ എക്സാമ്പിൾ മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ്. ഓക്കെ, അബ്സല്യൂട്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഏതാണോ അതാണ് അവരെന്ത് ചെയ്യുക, ട്രേഡ് നടത്തുക. ഫോർ എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗോതമ്പിനാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിനറി ആണ്. അപ്പം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ത്യ അതിൽ മാത്രം വ്യാപാരം നടത്തുക. ഓക്കെ, സ്പെഷ്യലൈസ് ഓൺ ദ ബേസ് ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഏരിയ ഏതാണോ അതിൽ മാത്രം ട്രേഡ് നടത്തുക. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഗോതമ്പിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എന്ന് ഞാൻ ഇമാജിനറി എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യാം, കൂടുതൽ ഗോതമ്പ് ഉണ്ടാക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഏതാണോ ആ ട്രേഡിൽ സ്പെഷ്യലൈസേഷൻ നടത്തുക, അതാണ് ഇവിടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആരെ കൊണ്ടുവന്നേ, ആദം സ്മിത്ത് ആണ്. അപ്പോൾ ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയ ഏതാണോ, ഫോർ എക്സാമ്പിൾ ഇവിടെ പെൻസിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു തിങ്ങെന്ന് വെക്കാം, ഒരു സാധനം എന്ന് വെക്കാം. അപ്പോൾ പെൻസിൽ മാത്രം എന്ത് ചെയ്യുക, സ്പെഷ്യലൈസേഷൻ ചെയ്യാം. പെൻസിൽ മാത്രം കൂടുതൽ ഉണ്ടാക്കി മറ്റു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് ലാഭം ഉണ്ടാക്കാം. കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് ഡേവിഡ് റിക്കാർഡോ ആണ് കൊണ്ടുവന്നത്. ഡേവിഡ് റിക്കാർഡോ ഒരേ ഉണ്ടാവുള്ളൂ, ഡേവിഡ് റിക്കാർഡോ. ഓക്കെ, കമ്പാരിറ്റീവ് എന്ന് വെച്ചാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യമായി കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ. ഇന്ത്യ കൂടുതൽ ഉണ്ടാക്കുന്നത് വീറ്റാണ്, ഗോതമ്പാണെന്ന് വിചാരിക്കുക. ഓസ്ട്രേലിയ കൂടുതൽ ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യുക, ലൈക്ക് ക്ലോത്ത്, തുണിയാണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യ കൂടുതലായി വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ത്യ കൂടുതലായിട്ട് വീറ്റ് ഉണ്ടാക്കിയിട്ട് ഓസ്ട്രേലിയ കൂടുതലായിട്ട് ക്ലോത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്താ, ഗോതമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓസ്ട്രേലിയ എന്ത് ചെയ്യും, ക്ലോത്തിൽ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് എന്ത് ചെയ്യുക, വീറ്റ് എക്സ്പോർട്ട് ചെയ്യുക. ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ച് ക്ലോത്ത് എന്ത് ചെയ്യുക, ഇന്ത്യ വാങ്ങുക. അതായത് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുക, പല സാധനങ്ങൾ ഉണ്ടാക്കി നോക്കുക. പല സാധനങ്ങളും നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യമായി എത്ര ഉണ്ടാവും നോക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ത്യ വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 1 കിലോന് 10 രൂപയാണ് ചിലവ് വരുന്നത്. ഓസ്ട്രേലിയ വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 15 രൂപ ചിലവ് വരും. ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 15 രൂപ ചിലവ് വരും. ഇന്ത്യ അത് ഉണ്ടാക്കുകയാണെങ്കിൽ 10 രൂപ. അപ്പോൾ ഇന്ത്യ മറ്റു രാജ്യവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലാഭം. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് ലാഭമാണ്. കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 10 രൂപയ്ക്ക് കിട്ടും. ഓസ്ട്രേലിയയിൽ നിന്ന് അത് വാങ്ങുകയാണെങ്കിൽ 15 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ അത് എന്ത് ചെയ്യാം, ഉണ്ടാക്കുക. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി കമ്പയർ ചെയ്തിട്ട് ട്രേഡ് നടത്തുന്നതിനാണ് കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ഡേവിഡ് റിക്കാർഡോ ആണ്. ദെൻ ഹെക്സ്റ്റർ ഒഹിലിൻ ഫാക്ടർ എൻഡോമെന്റ് തിയറി, ലിയോണ്ടിഫ് പാരഡോക്സ് തിയറി, 2 തിയറി മോഡേൺ തിയറീസ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ക്യാപിറ്റൽ കൺട്രീസ് സ്പെഷ്യലൈസ് ഇൻ ക്യാപിറ്റൽ ഗുഡ്സ്, ലേബർ കൺട്രീസ് സ്പെഷ്യലൈസ് ഇൻ ലേബർ ഗുഡ്സ്. ഇതാണ് ഫാക്ടർ എൻഡോമെന്റ് തിയറി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം യു എസ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് കൂടുതൽ ഗുഡ്സും ഉണ്ടാക്കുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലോത്തൊക്കെ അവരുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എന്താ പറയുക, മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർ ക്യാപിറ്റൽ ഗുഡ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ലേബർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ജോലി ചെയ്യുന്ന കൂടുതൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ നമ്മൾ മെഷീൻസ് അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, ലേബേഴ്സിനെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് പല പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ലേബേഴ്സ് സ്പെഷ്യലൈസ് ചെയ്യുന്ന കൺട്രി ആണെങ്കിൽ ലേബർ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഗുഡ്സ് സ്പെഷ്യലൈസ് ചെയ്യാം.
ഓക്കെ, ലേബേഴ്സ് നെയ്തെടുത്തിട്ടാണ് ഇവിടെ ഗുഡ്സ് ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. ക്ലോത്ത് ഒക്കെ ഇവിടെ ഖാദി പ്രോഡക്ട്സ് ഒക്കെ അധികം ഉണ്ടാക്കുന്നത് ലേബേഴ്സ് കൂടുതൽ ജോലി ചെയ്തിട്ടാണ് പല പ്രോഡക്ട്സും ഉണ്ടാക്കുന്നത്. അപ്പോൾ ലേബർ കൺട്രീസ് ഒക്കെ ലേബർ ഗുഡ്സ് സ്പെഷ്യലൈസ് ചെയ്യുക, ലേബറെ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഗുഡ്സ് സ്പെഷ്യലൈസ് ചെയ്യുക. അതേപോലെ തന്നെ ക്യാപിറ്റൽ മെഷീൻസ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഗുഡ്സ് കൺട്രീസ് ആണെങ്കിൽ മെഷീൻ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ക്യാപിറ്റൽ കൺട്രീസ് ക്യാപിറ്റൽ ഗുഡ്സ്, ലേബർ കൺട്രീസ് ലേബർ ഗുഡ്സ്. കൂടുതൽ ലേബേഴ്സിനെ വെച്ചിട്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ അത് ലേബർ ഗുഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ അങ്ങനെയുള്ള ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ലേബർ കൺട്രീസ് ആണെങ്കിൽ ലേബർ ഗുഡ്സ്, ക്യാപിറ്റൽ കൺട്രീസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂ ആണ് ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എക്സെപ്ഷണൽ ആണ്, ഫാക്ടർ എൻഡോമെന്റ് തിയറിയുടെ എക്സെപ്ഷണൽ ആണ് ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കൺട്രി ആണെങ്കിൽ ലേബർ ഗുഡ്സ് ഫോക്കസ് ചെയ്യാം, ലേബർ കൺട്രി ആണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഫോക്കസ് ചെയ്യാം. ജസ്റ്റ് തിയറിയാണ്, നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവർ പറഞ്ഞ ഒരു ജസ്റ്റ് തിയറി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ കൺട്രീസ് ഞാൻ ഇവിടെ പറഞ്ഞത് എക്സാമ്പിൾ, US അമേരിക്ക പല ഗുഡ്സ് ഉണ്ടാക്കുന്നത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ്, ക്യാപിറ്റൽ ഗുഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർ കൂടുതൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഹെക്സ്റ്റർ ഒഹിലിൻ തിയറിയിൽ പറയുന്നത്. എലി എക്സ്റ്റർ ആൻഡ് ബെർട്ടിൻ ഒഹിലിൻ ആണ് ഫാക്ടർ എൻഡോമെന്റ് തിയറി കൊണ്ടുവന്നത്. അപ്പോൾ ക്യാപിറ്റൽ കൺട്രീസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ലേബർ കൺട്രീസ് ആണെങ്കിൽ ലേബർ ഗുഡ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കൂടുതൽ തൊഴിലാളികളെ വെച്ച് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഫാക്ടർ എൻഡോമെന്റ്. ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂ ആണ് ലിയോണ്ടിഫ് പാരഡോക്സ് പറയുന്നത്. ഇനി ജസ്റ്റ് നിങ്ങൾ അടുത്ത തിയറീസ് ഒക്കെ ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. ലിൻഡർ ഇൻകം പെർഫോമൻസ് സിമിലാരിറ്റി തിയറി, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ബൈ റെയ്മണ്ട് വെർമൻ, ഹ്യൂമൻ സ്കിൽ ആൻഡ് ടെക്നോളജി ബേസ്ഡ് വ്യൂ ഡൊണാൾഡ് ബി കീസിംഗ്. ഇതൊക്കെ സാധാരണ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഈ തിയറി ഒക്കെ ആരാ ഡെവലപ്പ് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കി. ഇതൊക്കെ ട്രേഡ് തിയറീസ് ആണ്, ട്രേഡുമായി ബന്ധപ്പെട്ട വ്യാപാരവുമായി ബന്ധപ്പെട്ട തിയറീസ് മാത്രമാണ്. ഇവിടെ നോക്കാം, ലിൻഡേഴ്സ് ഇൻകം പെർഫോമൻസ് സിമിലാരിറ്റി തിയറി, ഡിമാൻഡ് ഫോർ ദ കൺസ്യൂമർ റാദർ ദാൻ പ്രൊഡക്ഷൻ. ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഡിമാൻഡിനനുസരിച്ചാണ് ഇവിടെ ട്രേഡ് വ്യാപാരം നടത്തേണ്ടത് എന്നാണ് ലിൻഡേഴ്സ് ഇൻകം പെർഫോമൻസ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, കൺസ്യൂമേഴ്സിന് കൂടുതൽ ഇപ്പം ഡിമാൻഡ് പെൻസിലാണെന്ന് വെക്കാം. അപ്പോൾ പെൻസിലാണ് കൂടുതൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡിനാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലിൻഡേഴ്സ് ഇൻകം പെർഫോമൻസ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ഡെവലപ്പ് ചെയ്തത് റെയ്മണ്ട് വെർമൻ ആണ്. ഒരു പ്രൊഡക്റ്റിന് പ്രധാനമായിട്ട് 4 സ്റ്റേജ് ഉണ്ടാവുക. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത്. അതിനുശേഷം അത് ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകും. രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകും. മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് പോകും. നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഡിക്ലൈൻ സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക. ആദ്യം തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ദെൻ അതിനുശേഷം ഗ്രോത്ത് സ്റ്റേജ്, വല്ലാതെ ആ കമ്പനി വളരും. അതിനുശേഷം സ്റ്റേബിൾ ആയിട്ട് വളരും, അതിനാണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയാം. അതിനുശേഷം ഫൈനലി ആ കമ്പനി തകർന്നു പോകും, അതിനാണ് ഡിക്ലൈൻ എന്ന് പറയാം. അങ്ങനെ ഒരു സ്റ്റേജ് രൂപത്തിലാണ് പ്രൊഡക്റ്റ് ലൈഫ് പോകുന്നത്. അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്തത് റെയ്മണ്ട് വെർമൻ ആണ്. ദെൻ ഹ്യൂമൻ സ്കിൽ ടെക്നോളജി ബേസ്ഡ് വ്യൂസ്, ഹ്യൂമൻ സ്കിൽസും ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാപാരം നടത്തേണ്ടത്, ട്രേഡ് നടത്തേണ്ടത് എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ബി കീസിംഗ്. അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആസ്പെക്ട് നോക്കാം. ദെൻ നെക്സ്റ്റ് വൺ, താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. അടുത്ത പോയിന്റ് ആണ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. നെക്സ്റ്റ് വൺ, വെയിറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട തിയറീസ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 2 തിയറീസ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു തിയറി എന്ന് പറയുന്നത്, ഒന്ന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ഒരു രാജ്യം ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് അതിൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഇന്ത്യ വീറ്റിലാണെങ്കിൽ ഗോതമ്പിലാണെങ്കിൽ അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യാം. ഓക്കെ, കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ്, ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഗോതമ്പ് ഉണ്ടാക്കണമെങ്കിൽ 15 രൂപയാവും, ഓസ്ട്രേലിയയിൽ നിന്ന് അത് വാങ്ങണമെങ്കിൽ 10 രൂപയാവും. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നഷ്ടമാണ്, അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭം. നേരെ തിരിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന് 10 രൂപയും ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ 15 രൂപയും ആണെങ്കിൽ അത് ഇന്ത്യയിൽ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 10 രൂപ മതി, ഓസ്ട്രേലിയയിൽ നിന്ന് അത് വാങ്ങുകയാണെങ്കിൽ 15 രൂപ. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ട്രേഡ് നടത്തുന്നതിനാണ് കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. അതിന് ഡേവിഡ് റിക്കാർഡോ ഡെവലപ്പ് ചെയ്തത്. ദെൻ എക്സ്റ്റർ ഒഹിലിൻ തിയറി എന്ന് പറയുന്ന ക്യാപിറ്റൽ കൺട്രീസ് ആണെങ്കിൽ കൂടുതൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞത് US മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഗുഡ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കൺട്രീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, ക്യാപിറ്റൽ ഗുഡ്സ് തന്നെ ഉണ്ടാക്കുക. ലേബറിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കൺട്രി ആണെങ്കിൽ അത് ലേബർ ഗുഡ്സ് തന്നെ ഉണ്ടാക്കാം, ലേബറിനെ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഗുഡ്സ് തന്നെ ഉണ്ടാക്കാം. പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് വ്യൂ ആണ് ലിയോണ്ടിഫ് പാരഡോക്സിൽ പറയുന്നത്. ക്യാപിറ്റൽ കൺട്രി ആണെങ്കിൽ ലേബർ ഗുഡ്സും, ലേബർ കൺട്രീസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സും. ദെൻ ലിൻഡർ ഇൻകം പെർഫോമൻസ് സിമിലാരിറ്റി തിയറി, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ആൻഡ് ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് വ്യൂസ്. ദെൻ ബാരിയേഴ്സ് ടു ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, വെയിറ്റ്. ബാരിയേഴ്സ് പ്രധാനമായിട്ട് 2 ബാരിയേഴ്സ് ആണുള്ളത്. ഒന്ന് താരിഫ് ബാരിയേഴ്സും ഒന്ന് നോൺ താരിഫ് ബാരിയേഴ്സ്. ഫോർ എക്സാമ്പിൾ
നമ്മുടെ രാജ്യത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രൊഡക്റ്റ് വരുവാണെങ്കിൽ നമ്മൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കും, റിസ്ട്രിക്ഷൻസ് ഉണ്ടാക്കും. അതിനാണ് ബാരിയേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാമെന്ന് വിചാരിക്കാം, US-ലേക്ക് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നുള്ള പ്രൊഡക്ട്സ് ഒക്കെ US-ലേക്ക് പോകുന്ന സമയത്ത് യുഎസിലുള്ള സാധാരണക്കാരനായിട്ടുള്ള ഇൻഡസ്ട്രീസിനെ അത് ബാധിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? US കുറച്ച് തടസ്സങ്ങൾ, ബാരിയേഴ്സ് ഉണ്ടാക്കും. അതേപോലെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് ബാരിയേഴ്സ് വെക്കും. അതിനെയാണ് ബാരിയേഴ്സ് എന്ന് പറയാം. ട്രേഡിൽ നമ്മൾ കുറച്ച് തടസ്സം സൃഷ്ടിക്കും. ഓക്കെ, താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ടാക്സ് ചുമത്തുന്നത്, ഡ്യൂട്ടി ചുമത്തുന്നതൊക്കെ കൂട്ടും. ദെൻ നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയുള്ള പ്രൊഡക്റ്റ് മാത്രമേ കയറ്റി വിടുള്ളൂ എന്നൊക്കെ പറയാം. അതിനാണ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയാം. അപ്പോൾ ടാക്സ് രൂപത്തിൽ നമ്മൾ കുറച്ച് ബാരിയേഴ്സ് സൃഷ്ടിക്കും, അതിനാണ് താരിഫ് ബാരിയേഴ്സ്. ക്വാണ്ടിറ്റി രൂപത്തിൽ സൃഷ്ടിക്കും, അതിനാണ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയാം. നോക്കാം, താരിഫ് ബാരിയേഴ്സ് നോക്കാം ടാക്സ് രൂപത്തിലൊക്കെ. ഫോർ എക്സാമ്പിൾ, സ്പെസിഫിക് ഡ്യൂട്ടി. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വെയിറ്റ് അനുസരിച്ച് 1 ലിറ്റർ പെട്രോൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഒരു 20 രൂപ ടാക്സ് അടക്കണം, 20 rupees ടാക്സ് അടക്കണം. ഇമാജിനറി എക്സാമ്പിൾസ് ആണ് പറയുകയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയാൻ വേണ്ടി പറ്റും. ആഡ് വോലെയറും ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾഡ് ഒക്കെ വാല്യൂ അനുസരിച്ച്, ഗോൾഡ് പോലെ നമ്മൾ വാല്യൂ അനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കണം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു 100 പവൻ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ 5000 രൂപ ടാക്സ് കൊടുക്കണം. അങ്ങനെ വാല്യൂ അനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ആഡ് വോലെയറും ഡ്യൂട്ടി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ ഇതിന്റെ രണ്ടിനെയും കോമ്പിനേഷനെയാണ് കമ്പൈൻഡ് ഓർ കമ്പൗണ്ട് ഡ്യൂട്ടി എന്ന് പറയാം. ദെൻ സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി ഉണ്ട്, വേരിയബിൾ പ്രോഡക്ട്സ്. ഫോർ എക്സാമ്പിൾ, തക്കാളി അങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ ആണെങ്കിലോ, ഓക്കെ, ഒരു ദിവസം പച്ചക്കറിക്ക് 10 രൂപയാണെങ്കിൽ അടുത്ത ദിവസം 15 രൂപയായിരിക്കും, ചിലപ്പോൾ 20 രൂപയായിരിക്കും. അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ചിലപ്പോൾ 15 രൂപയായി വീണ്ടും കുറയാം, അങ്ങനെ കൂടെയും കുറയൊക്കെ ചെയ്യാം. ഇതിന്റെ മുകളിൽ ടാക്സ് ചുമത്തുന്നതിനെയാണ് എന്തെന്ന് പറയാം? സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്ന് പറയാം. ആന്റി ഡംപിംഗ് താരിഫ് ഉണ്ട്, ഡംപിംഗ് പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പം മറ്റ് രാജ്യങ്ങളിലുള്ള പ്രോഡക്ട്സ് ഒക്കെ വില കുറഞ്ഞ് നമ്മുടെ രാജ്യത്തേക്ക് വരും, ഇന്ത്യയിലേക്ക് വരും. വില കുറഞ്ഞിട്ടാണ് വരിക അല്ലേ? വില കുറഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വരിക. ഓക്കെ, വില കുറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിനെ അത് ബാധിക്കും. അതിനാണ് ഡംപിംഗ് എന്ന് പറയാം. ഓക്കെ, മറ്റു രാജ്യത്തു നിന്നുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വില കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് അല്ലേ വാങ്ങുള്ളൂ. അപ്പോൾ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസിനെ അത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഡംപിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങളെ തടയിടാൻ വേണ്ടിയിട്ടാണ് ആന്റി ഡംപിംഗ് താരിഫ് ചുമത്തുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് താരിഫ് ഉണ്ട്, നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്റ്റീവ് താരിഫ് ചുമത്താറുണ്ട്. ദെൻ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഉണ്ട്, സബ്സിഡൈസ്ഡ് പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് സബ്സിഡി കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രേലിയയിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അവർക്ക് കുറേ സബ്സിഡി ഒക്കെ വാരി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ എളുപ്പമാണ്, കാരണം ഒരുപാട് സബ്സിഡി കിട്ടും. അതായത് അവരുടെ നാട്ടിൽ മെഷീനറി വാങ്ങുന്നതിനും ഒക്കെ സബ്സിഡി കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അവർക്ക് വരാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം അവരുടെ ഗവൺമെന്റ് ഒരുപാട് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസിനെയും ബാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ ചുമത്തുന്നതിനാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയാം. ഓക്കെ, ദെൻ റവന്യൂ താരിഫ് ഉണ്ട്, ഗവൺമെന്റ് ഇമ്പോസ് ഓൺ ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡിന്റെ മുകളിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നതാണ്. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് റവന്യൂ താരിഫ് എന്ന് പറയുന്നത്. ദെൻ നോൺ താരിഫ് ബാരിയർ, ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ നമ്മൾ ചില മാറ്റങ്ങൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം, ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാം. ക്വാട്ട എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് മുമ്പ് ഞാൻ ക്വാട്ട പറയാം. അതായത് നമ്മൾ ക്വാണ്ടിറ്റിയിൽ ഒരു റെസ്ട്രിക്ഷൻ വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് 100 കിലോ സാധനം മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കൊണ്ടുവരാൻ പാടില്ല. ഇതിനെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു? റെസ്ട്രിക്ഷൻ വെച്ചു. ഇതിനാണ് ക്വാട്ട എന്ന് പറയുന്നത്. ലൈസൻസ് ചുമത്താം, പ്രൊഡക്റ്റ് ഇത്ര സ്റ്റാൻഡേർഡ് ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു തടസ്സമാണ്. അതൊക്കെ പ്രൊഡക്റ്റ് ലേബൽ ഇത്ര നല്ല ലേബലുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ട്രേഡ് ബാരിയറാണ്. ദെൻ പാക്കേജ്, നല്ല പാക്കേജ് ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ, അതും ട്രേഡ് ബാരിയറായിട്ട് കണക്കാക്കാം. ദെൻ കൺസുലർ ഫോർമാലിറ്റി, ഷിപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മടി കാണിക്കും. ഓക്കെ, കുറേ ഷിപ്പിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ വെക്കുകയാണെങ്കിൽ. ദെൻ സ്റ്റേറ്റ് ട്രേഡ് പ്രിഫറൻഷ്യൽ അറേഞ്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുമായി കൂടി ചേർന്നിട്ട് ഇന്ന രാജ്യങ്ങളിലേക്ക് ഇത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ, അതേപോലെ തന്നെ ഇമ്പോർട്ട് അലൗഡ് അല്ല എന്നൊക്കെ പറയുകയാണെങ്കിലോ അതൊക്കെ തടസ്സമാണ്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ അത് ഇന്ത്യൻ കണ്ടന്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇന്ത്യയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാലോ അത് ബുദ്ധിമുട്ടാണ്. അതൊരു ബാരിയറാണ്. അതാണ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ, ഡൊമസ്റ്റിക് കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അതാണ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ദെൻ ഫെമ ഫെറ. ഓക്കെ,
നമ്മൾ പല രീതിയിലുള്ള എക്സ്ചേഞ്ച് നടത്താറുണ്ട് അല്ലേ? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഓക്കെ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്ചേഞ്ച് നടത്താറുണ്ട് അല്ലേ? ഓക്കെ, പലതരത്തിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ നടത്താറുണ്ട് ലൈക്ക് ദാറ്റ്. ആ സമയത്ത് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടും ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടും വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്റ്റാണ് വന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയാം. വെയിറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഫെറ, ആദ്യം വന്ന ആക്റ്റാണ് ഫെറ. ഓക്കെ, ഫെറ 1973 വന്നു. അതിപ്പോൾ ഇല്ല. 1999 ഫെമ വന്നു. ഫെമ 1999 വന്നേ. പക്ഷേ അത് ആക്ട് കെയിം ചെയ്ത വർഷം 2000 ആണ്. 1999 വന്നു, 2000 നിലവിൽ വരുന്നത്. ഓക്കെ, ആക്ട് ഫെമ ആക്ട് ചെയ്ത വർഷം എന്ന് വെച്ചാൽ 1999 പക്ഷെ അത് നിലവിൽ വരുന്നത് 2000. ഓക്കെ, ശ്രദ്ധിക്കാം. ഫെറ വന്ന വർഷം ഏതാ? 1973. ആദ്യം ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യാം. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന പണമിടപാട് അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെറയാണ് ആദ്യം വന്നത്. ഇപ്പോൾ ഫെറ ഇല്ല, ഇപ്പോൾ ഫെമയാണ് ഉള്ളത്. ഫെറയ്ക്ക് പകരമായി 1999 വന്നു. അത് നിലവിൽ വരുന്നത് 2000. ഓക്കെ, പണ്ട് കാലത്ത് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫോർ എക്സ്ചേഞ്ച് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാറില്ലേ, ഒരു ഡോളറിന് 73 രൂപ അല്ലെങ്കിൽ ഒരു ഡോളറിന് 74 രൂപ ഇങ്ങനെ പറയാറില്ലേ? ഒരു രാജ്യത്തെ കറൻസി മറ്റൊരു രാജ്യത്തെ കറൻസിയുമായി കമ്പയർ ചെയ്യാറുണ്ട്. ഒരു രാജ്യത്തെ കറൻസി മറ്റൊരു രാജ്യത്തെ കറൻസിയെ കൺവേർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ US പോയി കഴിഞ്ഞാൽ US ഡോളറിലേക്ക് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ആരാണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടാണ്, ഫെമയാണ്. ഓക്കെ, പണ്ട് കാലത്ത് എന്തെങ്കിലും ഫെറയിലെ റൂൾസ് എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആയി കണക്കാക്കുമായിരുന്നു. ക്രിമിനൽ ഒഫൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ഒഫൻസ് ആണ്. സ്ട്രിക്റ്റ് ആണ്. സിവിൽ ഒഫൻസ് സ്ട്രിക്റ്റ് തന്നെയാണ്, എന്നാലും ക്രിമിനൽ ഒഫൻസ് കുറച്ചുകൂടെ കൂടുതലാണ് അല്ലേ? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഫെറയിലെ എന്തെങ്കിലും പ്രൊവിഷൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആയി കണക്കാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഫെമയിലെ പ്രൊവിഷൻസ് എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ സിവിൽ ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, സിവിൽ ഒഫൻസും തെറ്റ് തന്നെയാണ്, ക്രിമിനൽ ഒഫൻസും തെറ്റ് തന്നെയാണ്. എങ്കിലും വയലേഷൻ ഓഫ് ഫെമ ഈസ് കൺസിഡർഡ് ആസ് സിവിൽ ഒഫൻസ് ആൻഡ് വയലേഷൻ ഓഫ് ഫെറ ഈസ് കൺസിഡർഡ് ആസ് ക്രിമിനൽ ഒഫൻസ്. ക്രിമിനൽ ഒഫൻസ് സിവിൽ ഒഫൻസിനേക്കാൾ കുറച്ചുകൂടെ വലിയ ഒഫൻസ് ആണ്. ഓക്കെ, അപ്പോൾ വയലേഷൻ ഓഫ് ഫെറ ഈസ് ക്രിമിനൽ ഒഫൻസ്, വയലേഷൻ ഓഫ് ഫെമ ഈസ് സിവിൽ ഒഫൻസ്. രണ്ടും ബിഗസ്റ്റ് ഒഫൻസ് തന്നെയാണ്. എങ്കിലും വയലേഷൻ ഓഫ് ഫെമ ഈസ് കൺസിഡർഡ് ആസ് സിവിൽ ഒഫൻസ്, വയലേഷൻ ഓഫ് ഫെറ ഈസ് കൺസിഡർഡ് ആസ് ക്രിമിനൽ ഒഫൻസ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊവിഷൻസ് ഓഫ് ഫെമ. അതായത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു ഓതറൈസ്ഡ് ബാങ്കിലൂടെ മാത്രമേ ഡീൽ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ റെസിഡന്റ് ഇൻഡിവിജ്വൽ, ഇന്ത്യക്കാരനായ ഒരു റെസിഡന്റിന് മാത്രമേ ഫോറിൻ എക്സ്ചേഞ്ച് കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ RBI ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രമേ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യാൻ പാടുള്ളൂ. ഫോറിൻ ഗൈഡ് ലൈൻസ് കറക്റ്റ് ആയിട്ട് പാലിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ, അത്ര സിലബസിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പ്രൊവിഷൻസ് ഓഫ് ഫെമ നമുക്ക് പഠിക്കാനില്ല. നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഇതിന്റെ സെക്ഷൻസ് ആണ്. സെക്ഷൻസിലേക്ക് നമുക്ക് പോകാം. വെയിറ്റ്. ഞാൻ ഇതിന്റെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ സെക്ഷൻ 13 നോക്കാം. ഫെമയുടെ സെക്ഷൻ 13 നോക്കാം. 2 ലക്ഷം രൂപ വരെ പെനാൽറ്റി കിട്ടും. എങ്ങനെയാ? വയലേഷൻ ഓഫ് ഫെമ. ഓക്കെ, പെനാൽറ്റി ഫെമ പ്രകാരം 2 ലക്ഷം രൂപ വരെ പെനാൽറ്റി കൊടുക്കാറുണ്ട്, ഫൈൻ കൊടുക്കാറുണ്ട് 2 ലക്ഷം രൂപ വരെ. ഓക്കെ, വയലേഷൻ ഓഫ് ഫെമ ഈസ് കൺസിഡർഡ് ആസ് സിവിൽ ഒഫൻസ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഈ ഫെമ പ്രകാരമുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ത്യയിലുള്ള ഒരാളാണ്, ഞാൻ ഓസ്ട്രേലിയയിലുള്ള ഒരു ബിൽഡിംഗ് വാങ്ങി. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ബിൽഡിംഗ് ഞാൻ വിറ്റു, ഇന്ത്യയിലുള്ള ആളാണ്, ഞാൻ വിറ്റു. അപ്പോൾ ഇതൊരു ഫോറിൻ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്താ? ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ വിദേശ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാൻ വേണ്ടി പോയി. ഇത് കറണ്ട് അക്കൗണ്ടാണ്. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് എന്ത് വരും? തിരിച്ചു വരും. ഓക്കെ, ഫോറിൻ ട്രാവലിന് പോയി അല്ലെങ്കിൽ നമ്മൾ ടൂർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓസ്ട്രേലിയയിൽ ഒരാഴ്ച ടൂറിന് പോയി, അത് കറണ്ട് അക്കൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ അസറ്റ്. ഓക്കെ, വാല്യൂ ഓഫ് ദ അസറ്റ് എന്തെങ്കിലും കൂട്ടണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ, ഞാൻ അത് വിറ്റു. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തു, വിറ്റു, സെയിൽ ചെയ്തു. ഓക്കെ, ദെൻ ഫെറ വന്ന വർഷം നോക്കുക 1973. അതിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. ഫെമ എന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ സിവിൽ ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. 81 സെക്ഷൻസ് ആണ് ഫെറ പ്രകാരം ഉള്ളത്, 49 സെക്ഷൻസ് ആണ് ഫെമ പ്രകാരം ഉള്ളത്. ഓക്കെ, ഫെറ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആണ്. ഫെമ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആണ്.
ഫെറയിലെ എന്തെങ്കിലും പ്രൊവിഷൻസ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോൺ കമ്പൗണ്ടബിൾ ആണ്, കോംപ്രമൈസ് ഒന്നും ഓപ്ഷൻ ഇല്ല. ഫെമയിൽ എന്തെങ്കിലും പ്രൊവിഷൻസ് തെറ്റിക്കുകയാണെങ്കിൽ അവിടെ കോംപ്രമൈസ് കമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്പൗണ്ട് എന്ന് വെച്ചാൽ കോംപ്രമൈസിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫെമയിലെ കുറച്ചുകൂടെ ലിബറൽ ആണ് റൂൾസ് ഒക്കെ, ഫെറയിലെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ദെൻ ട്രിപ്സ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പാറ്റന്റ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാവും, നമുക്ക് കിട്ടുന്ന റൈറ്റ്സ് ആണ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ, ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനാണ് കോപ്പിറൈറ്റ് എന്ന് പറയാം. പാറ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് അത് ചോർത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊക്കെയാണ് നമ്മുടെ ക്രിയേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ട്രിപ്സിൽ വരിക. ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും. ഓക്കെ, കോപ്പിറൈറ്റ് നോക്കുക, ഓതേഴ്സിന് കൊടുക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ബുക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ഫിലിംസ്, അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഓണേഴ്സിന് കിട്ടുന്ന ഒരു അധികാരമാണ് കോപ്പിറൈറ്റ്. ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് 1957. പാറ്റന്റ് നോക്കുക, റൈറ്റ്സ് ടു ഇൻവെൻഷൻ, എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്നതാണ് പാറ്റൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് അത് ചോർത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല. പാറ്റന്റ് ആക്ട് 1970 ആണ്, പക്ഷേ ഇന്ത്യൻ പാറ്റന്റ് അമെൻമെന്റ് ആക്ട് 2005 വന്നിട്ടുണ്ട്. അത് ഭേദഗതി പ്രകാരം അമെൻമെന്റ് ചെയ്തിട്ടുണ്ട് 2005. പാറ്റന്റ് ആക്ട് വരുന്നത് 1970 ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും അത്ര ഓക്കെ. ഓക്കെ, ഇൻവെൻഷൻസ് ആപ്ലിക്കബിൾ ടു പാറ്റന്റ്. പാറ്റന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോവൽറ്റി, പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവണം, ഒരു ഇൻവെന്റീവ് സ്റ്റെപ്പ് ആയിരിക്കണം, ഇൻഡസ്ട്രിയലി ആപ്ലിക്കബിൾ ആയിരിക്കണം. ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പാറ്റന്റ് കിട്ടുള്ളൂ. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാലൊക്കെ കിട്ടുള്ളൂ. ആ പാറ്റന്റ് കിട്ടാത്ത കുറച്ച് മേഖലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ, പ്രോസസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ആറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് പാറ്റന്റ് കിട്ടില്ല. ദെൻ സയന്റിഫിക് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിച്ചെങ്കിൽ അതൊന്നും കിട്ടില്ല. ദെൻ ഇൻവെൻഷൻ അഗേൻസ്റ്റ് നാച്ചുറൽ ലോയ്ക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഇൻവെൻഷൻ ആണെങ്കിൽ അതും കിട്ടില്ല. ഇതൊന്നും പാറ്റന്റ് കിട്ടാത്ത അവസ്ഥകളാണ്. ഓക്കെ, ദെൻ ട്രേഡ് മാർക്ക് ആക്ട് നോക്കുക, 1999. It's a symbol of form of word, device or label that is used by a particular organization differentiated from similar goods manufactured. നമ്മൾ ഗുഡ്സിന്റെ മുകളിൽ കൊടുക്കുന്നതാണ് അല്ലെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആവാം, ലൈക്ക് എ സിമ്പിൾ. അതൊന്നും മറ്റുള്ളവർ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, കോപ്പി ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനാണ് ട്രേഡ് മാർക്ക് എന്ന് പറയാം. ഓക്കെ, ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് ആക്ട് എന്താ, 1999. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. It's a name or sign such products which are geographical locations or industrial like an origin. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മളതൊരു ഇന്ത്യൻ നിർമ്മിത പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് അറിയാം. അല്ല, ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ആ രാജ്യത്ത് നിന്ന് മാത്രം ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഈ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് എന്ന്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കൺട്രി അല്ലെങ്കിൽ പർട്ടിക്കുലർ ലൊക്കേഷൻ ഒക്കെ കാണിക്കുന്ന ഒരു ടൈപ്പാണ്. അതൊന്നും മറ്റുള്ളവർ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല. ആ ഒരു രാജ്യത്ത് നിന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് മറ്റൊരു രാജ്യത്ത് നിന്ന് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് വിൽക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ, നമ്മൾ ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ വെക്കും അല്ലെ ഓരോ പ്രൊഡക്റ്റിനും, അതൊന്നും മറ്റുള്ളവർ കോപ്പി ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ ഇവിടെ നോക്കാം, മിസലീനിയസ് പാർട്ട് സെക്ഷനിൽ നോക്കുക. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്ന വർഷം 1986. ഓക്കെ, ഇതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. പ്രോഫിറ്റ്, പ്ലാനറ്റ്, പീപ്പിൾ. ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുക, പീപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യുക, പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ട്രിപ്പിൾ ബോട്ടം ലൈൻ 3 P's ഇൻവോൾവ് ഇൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. പ്രോഫിറ്റ്, പ്ലാനറ്റ് ആൻഡ് പീപ്പിൾ. ഓക്കെ, 1986 ഇയർ ഓർത്ത് വെക്കുക. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ് വന്നത്, 1986. ഓക്കെ, പ്ലാനറ്റ്, പീപ്പിൾ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ദെൻ DIPP, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ വന്ന വർഷം ഏതാ, ഇൻഡസ്ട്രിയൽ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള അതിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള, ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. 1995 DIPP വന്നത്. അത് വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2000 വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് DIPP, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. 1995 വന്നു. അത് വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏത് വർഷം, 2000. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നിതി ആയോഗിന്റെ കുറച്ച് ലക്ഷ്യങ്ങൾ നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് 36% വരുത്തുക. GDP റേഷ്യോ 22% ടാക്സ് GDP റേഷ്യോ 22% റേസ് ചെയ്യുക. GDP ഗ്രോത്ത് 8% സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ നിതി ആയോഗ് 2022 കുറച്ച് ലക്ഷ്യങ്ങളാണ്. ഓക്കെ, അച്ചീവ് എ പൊസിഷൻ അമംഗ് 50 കൺട്രീസ് ഇൻ ഗ്ലോബൽ ഇന്നോവേഷൻ. ആദ്യത്തെ 50 രാജ്യങ്ങളിൽ ഉൾപ്പെടുക. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ 50 രാജ്യങ്ങളിൽ ഒരു രാജ്യമായി ഇന്ത്യ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സ്ട്രാറ്റജി ആയിട്ട് നിതി ആയോഗ് പറയുന്നത്. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് 2019 അമെൻമെന്റ് ചെയ്തു. ഓക്കെ, അതായത് നമുക്ക് എന്തെങ്കിലും കൺസ്യൂമറിന് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺസ്യൂമർ കോർട്ടിൽ പരാതിപ്പെടാൻ വേണ്ടി പറ്റും. അതായത് 1 കോടി വരെയുള്ള പരാതിയാണെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ പരാതിപ്പെടാം. 1 കോടി മുതൽ 10 കോടി വരെയുള്ള പരാതിയാണെങ്കിൽ സ്റ്റേറ്റ് കോർട്ടിൽ, സ്റ്റേറ്റ് കൗൺസിലിൽ പരാതിപ്പെടാം.
ദെൻ 10 കോടിക്ക് മുകളിലുള്ള പരാതിയാണെങ്കിൽ നാഷണൽ കോർട്ടിലാണ് എന്ത് ചെയ്യുക, നാഷണൽ കോർട്ടിലാണ് പരാതിപ്പെടുക. ഓക്കെ, ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ 1 കോടി വരെയുള്ളത്, സ്റ്റേറ്റിലാണെങ്കിൽ 1 കോടി മുതൽ 10 കോടി വരെ, നാഷണൽ ആണെങ്കിൽ എബൌട്ട് 10 crore. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് അത് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പരാതിപ്പെടാൻ വേണ്ടി പറ്റും. 1 കോടി വരെയുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ ഡിസ്ട്രിക്ട്, 1 കോടി മുതൽ 10 കോടി വരെയുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ സ്റ്റേറ്റ്, 10 കോടിക്ക് മുകളിലുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ നാഷണൽ. ദെൻ SWOT, ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കുന്നതിനാണ് SWOT അനാലിസിസ് എന്ന് പറയാം. സ്ട്രെങ്ത് മനസ്സിലാക്കും, അതേസമയം വീക്ക്നെസ് മനസ്സിലാക്കും. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കുന്ന ഒന്നാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ വൺ. ഇതൊരു ലൈക്ക് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പേജ് ഞാൻ പറയാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പല സമയങ്ങളിലായി ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. Example, I will explain. Wait. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓരോന്നും വായിക്കാം. സിമ്പിൾ ആയിട്ട് തന്നെ വായിക്കാം. Wait. Now at 77 page. Okay. Wait. Yes. ലേസസ് ഫെയർ പോളിസീസ് മെയിൻലി ഇൻ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിക് സിസ്റ്റം. ലേസസ് ഫെയർ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ പ്രൈവറ്റ് പാർട്ടീസിന് കൂടുതൽ ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു പോളിസിയാണ്. അതായത് പ്രൈവറ്റ് പാർട്ടീസിന്, കുത്തക മുതലാളിമാർക്ക് ഒക്കെ ഫ്രീഡം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിക് സിസ്റ്റത്തിലുള്ളത്. നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ദെൻ നോക്കാം. അറ്റ് ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ഓൺഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ് അഡോപ്റ്റഡ് ഇൻ ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാ? പ്രൈവറ്റ് പാർട്ടീസാണ്, പ്രൈവറ്റ് മുതലാളിമാരായിരിക്കും. ദെൻ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ IPR ന്യൂ ഇക്കണോമിക് പോളിസി 1991 വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ന്യൂ ഇക്കണോമിക് പോളിസി വന്ന വർഷം 1990. അത് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയും. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറേ പോളിസീസ് വന്നിട്ടുണ്ടായിരുന്നു. 1948 ഇൻഡസ്ട്രിയൽ പോളിസി വന്നു. അവിടെ 4 കാറ്റഗറീസ് ആയിട്ട് ഇൻഡസ്ട്രീസിനെ വീതിച്ചിട്ടുണ്ടായിരുന്നു. 1956 ഇൻഡസ്ട്രി പോളിസി വന്നു. അതിലെ 3 ഗ്രൂപ്പായിട്ട് ഇൻഡസ്ട്രീസിനെ വീതിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യും, വർക്കേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിനാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയാം. മിനിമം 3 മെമ്പറും മാക്സിമം 12 മെമ്പറുമാണ് ക്വാളിറ്റി സർക്കിളിൽ ഉണ്ടാവുക. ഓക്കെ, ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷൻ 1977 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കൊണ്ടുവരണം, ചെറിയ സ്കെയിലുള്ള ഇൻഡസ്ട്രീസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ പോളിസി വർഷം ഏതാ? 1977 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കൊണ്ടുവരണം. ഇതൊരു വർഷത്തെ ചോദ്യമായിരുന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷൻ 1977 ദെൻ IMFന്റെ റിപ്പോർട്ട് നോക്കുക. IMFും റിപ്പോർട്ട് ഓരോ വർഷവും IMF എന്ത് ചെയ്യാണ്ട് പല റിപ്പോർട്ട്സുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ റിപ്പോർട്ട്സിൽ ഒരു റിപ്പോർട്ടാണ് IMFന്റെ റിപ്പോർട്ടാണ് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് എന്നറിയപ്പെടുന്നത്. മറ്റ് റിപ്പോർട്ട്സ് നോക്കുക. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, എക്സ്റ്റേണൽ സെക്ടർ റിപ്പോർട്ട്, ഫിസിക്കൽ മോണിറ്റർ, ഇതൊക്കെ IMFന്റെ റിപ്പോർട്ടാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ആരുടെ റിപ്പോർട്ടാണ്? IMF, വേൾഡ് ബാങ്ക് എന്നൊക്കെ ഓപ്ഷൻ തരാം. അപ്പോൾ IMF ആണ് ആൻസർ വരിക. അപ്പം ഇത് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് എ റിപ്പോർട്ട്. ഓരോ ഇപ്പോൾ IMF റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു UNCTAD, യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ IMF സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. എക്സ്റ്റേണൽ സെക്ടർ റിപ്പോർട്ട് ഉണ്ട്, ഫിസിക്കൽ മോണിറ്റർ ഉണ്ട്, ഇതൊക്കെ IMF സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ഇതാരാ സബ്മിറ്റ് ചെയ്യുന്നത്? വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ടാണ് വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആരാ സബ്മിറ്റ് ചെയ്യുന്നത്? വേൾഡ് ബാങ്ക്. ITEC ഇന്ത്യൻ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോഓപ്പറേഷൻ വന്ന വർഷം 1964. IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഉണ്ട്, ഒരു 10 ഡിജിറ്റ് കോഡാണ്. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് തരും. ആ കോഡാണ് ഒരു 10 ഡിജിറ്റ് കോഡാണ് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എന്ന് പറയുന്നത്. ദെൻ മൈക്കിൾ ഇ പോർട്ടർ 5 ഫോഴ്സസ് കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് PYQ ഒരു വർഷം ചോദിച്ച ചോദ്യമായിരുന്നു. ഓക്കെ, ഒരു വർഷം ചോദിച്ച ചോദ്യമായിരുന്നു മൈക്കിൾ ഇ പോർട്ടർ കോമ്പറ്റീറ്റീവ് ഫോഴ്സസ്. ഓക്കെ, മൈക്കിൾ ഇ പോർട്ടർ കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ഒരു വർഷം ചോദിച്ച ചോദ്യമായിരുന്നു. മൈക്കിൾ ഇ പോർട്ടർ 5 കോമ്പറ്റീറ്റീവ് ഫോഴ്സസ്, 5 കോമ്പറ്റീഷൻ ഫോഴ്സ് ഉണ്ട്.
ഒരു ഓർഗനൈസേഷനിൽ 5 കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിത് എക്സ്പ്ലനേഷൻ തരുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾസ് തരാം. ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, അതേപോലെ തന്നെ ബാർഗെയിനിങ് പവർ ഓഫ് ബയർ, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് ആൻഡ് ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ത്രെറ്റ്സ്. നമുക്ക് നോക്കാം. ഒരു കോമ്പറ്റീഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് മൈക്കിൾ ഇ പോർട്ടർ പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിന് മറ്റൊരു സ്ഥാപനവുമായി കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ന്യൂ എൻട്രൻസ്, അതായത് നമ്മൾ നന്നായിട്ട് ഒരു സ്ഥലത്ത് മാർക്കറ്റിംഗ് ഒരു കട ഞാൻ നന്നായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു പെട്ടെന്ന് വേറൊരു കടക്കാരൻ വന്ന്, വേറൊരു ഷോപ്പ് ഓണർ വന്ന് അവിടെ ഒരു ഷോപ്പ് തുടങ്ങി. ന്യൂ എൻട്രൻസ് വന്നു, പുതിയ ഒരാൾ വന്നു. അപ്പം നമ്മുടെ കോമ്പറ്റീഷനെ അത് ബാധിക്കില്ലേ? ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ഥലത്ത് നന്നായിട്ട് ഒരു ഷോപ്പ് തുടങ്ങി അവിടെ നന്നായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു 5 വർഷത്തിനുള്ളിൽ ഒരു പുതിയ കോമ്പറ്റീറ്റർ അവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്തു? ഒരു പാര പോലെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭീഷണിയായി നിന്നു. ഇതിനെയാണ് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് എന്ന് പറയാം. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഞാൻ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു, ഒരു കമ്പനിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിന് പകരം ചിലപ്പോൾ ഒരു കോഫി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ എനിക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് ടീ, കോഫി എന്ന് പറയുന്നത്. അതായത് ചായക്ക് പകരം കോഫി ആയിട്ട് ഉപയോഗിക്കാം. അപ്പം എനിക്ക് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്കത് എന്ത് ചെയ്യും? എന്നെ അത് ബാധിക്കും. ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്, അതും കോമ്പറ്റീഷനെ ബാധിക്കും. മൈക്കിൾ ഇ പോർട്ടർ എന്താ പറയുന്നത്? 5 കോമ്പറ്റീറ്റീവ് അനാലിസിസ്, 5 ഫോഴ്സസ് കോമ്പറ്റീഷൻ ഉണ്ടാക്കും. മൂന്നാമത് എന്താ? ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കടയിൽ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 5000 രൂപയ്ക്ക് അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങി. അപ്പം ബയർ പറയാണ്, ബാർഗെയിൻ ചെയ്യാണ്, 50,000 രൂപയ്ക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിയതല്ലേ, എനിക്കൊരു 10,000 രൂപ കുറച്ചിട്ട് ഡിസ്കൗണ്ട് ആയിട്ട് ഒരു 40,000 രൂപ തരുമോ? ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങുന്ന ആളല്ലേ, അതുകൊണ്ട് എനിക്കൊരു 40,000 രൂപയ്ക്ക് തരണം എന്ന് പറയുകയാണ്. 50,000 രൂപയ്ക്ക് സാധനം വാങ്ങണം. ഇപ്പം ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്, ഇത് ശരിക്കും ഷോപ്പ് ഓണർക്ക് നഷ്ടമല്ലേ? ഓക്കെ, അദ്ദേഹത്തിന്റെ കോമ്പറ്റീഷൻ തകർക്കുന്ന ഒരു കാര്യമല്ലേ? ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സിന്റെ ബാർഗെയിൻ. അപ്പോൾ ഒരുപാട് വാങ്ങിയതിന് ശേഷം പറയാണ് ഡിസ്കൗണ്ട് തരൂ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ബയർ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മളെ കോമ്പറ്റീഷനെ ബാധിക്കും. അതേസമയം ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു തുണി വിൽക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കാം. നമുക്ക് സപ്ലയേഴ്സ് ഉണ്ടാവും, നമ്മുടെ മുകളിൽ സപ്ലയേഴ്സ് ഉണ്ടാവും, റോ മെറ്റീരിയൽസ് തരുന്ന സപ്ലയേഴ്സ് ഉണ്ടാവും. റോ മെറ്റീരിയൽസ് പറയാണ് 5000 രൂപ ഉള്ള റോ മെറ്റീരിയൽസ് 6000 രൂപയാക്കി കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവർ ബാർഗെയിൻ ചെയ്യാണ്. 5000 രൂപ തരുന്ന റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് 6000 രൂപയ്ക്ക് ഞങ്ങൾ തരുള്ളൂ എന്ന് പറഞ്ഞാലോ? ഓക്കെ, അത് നമ്മുടെ കോമ്പറ്റീഷനെ ബാധിക്കും. അപ്പോൾ സപ്ലയറും നമ്മളെ എന്ത് ചെയ്യും? കോമ്പറ്റീഷനെ തകർക്കും. അതേപോലെ തന്നെ ബയറും കോമ്പറ്റീഷനെ തകർക്കും. ഓക്കെ, ദെൻ റിവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു ഇൻഡസ്ട്രി ഉണ്ട്, അങ്ങനെ പല ഇൻഡസ്ട്രീസ് അടുത്തടുത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ ഉണ്ടാവും. അതായത് വഴക്കും ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെയുള്ള പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം, സംടൈംസ് ഹെൽത്തി കോമ്പറ്റീഷൻ, സംടൈംസ് നോട്ട് ഹെൽത്തി. ഇങ്ങനെയുള്ള റിവൽറി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പറ്റീഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കമൊക്കെ സംഭവിക്കാം എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ. ഇതൊക്കെ പ്രധാനമായിട്ട് എന്തുണ്ടാക്കും? കോമ്പറ്റീഷനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെ? ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, അതേപോലെ ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, റിവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി, അതേപോലെ തന്നെ സോഷ്യലിസം, മിക്സഡ് എക്കണോമി, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ദെൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ BCG മെട്രിക്സ് നോക്കാം. ഓക്കെ, BCG മെട്രിക്സ് സിമ്പിൾ ആണ്, നോക്കാം. ഈസി വൺ. ഓക്കെ, 1 second. I will explain with BCG matrix. Okay, BCG matrix. Wait. ഇവിടെ BCG മെട്രിക്സ് ഉണ്ട്. BCG മെട്രിക്സ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് അൻസോഫ് മെട്രിക്സ് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഓക്കെ, അൻസോഫ് മെട്രിക്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, എനിവേ അൻസോഫ് മെട്രിക്സ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കാം. അതിനുശേഷം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഇന്റർനാഷണൽ ബിസിനസിന്റെ പാർട്ട് 1 സ്റ്റോപ്പ് ചെയ്യാം. ഇതേപോലെ ഒരു ക്ലാസ് കൂടെ ഉണ്ടാവും. ഒരു 2 ക്ലാസ്സിൽ നമ്മൾ IB കംപ്ലീറ്റ് ആകും. ഇങ്ങനെയുള്ള ലെങ്തി ക്ലാസ് ആയിരിക്കും IBക്ക് ഉണ്ടാവുക, കാരണം ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ടാണ്. ഓക്കെ, ലെങ്തി ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ BCG മെട്രിക്സ് ബ്രൂസ് ഡി ഹെൻഡേഴ്സൺ 1970 ഇത് ഡെവലപ്പ് ചെയ്തത്. ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 2x2 മെട്രിക്സ് ആണ്. ഇത് മെട്രിക്സ് ആണ്, അത് ഇൻഡസ്ട്രീന്റെ കാണിക്കുന്ന ഒരു മെട്രിക്സ് ആണ്.
ഓക്കെ, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും റിലേറ്റീവ് മാർക്കറ്റ് ഷെയറും രണ്ട് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു മാർക്കറ്റിൽ എത്രത്തോളം വളരുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ട്, ആ കമ്പനി എത്രത്തോളം വളരുന്നു, പ്രൊഡക്റ്റ് എത്രത്തോളം വളരുന്നുണ്ട്, എത്രത്തോളം മാർക്കറ്റിൽ നമുക്ക് ഷെയർ ഉണ്ട്, ഇതൊക്കെ കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രി മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത് BCG മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ 4 കാര്യങ്ങളായിട്ട് നമ്മൾ തിരിക്കും. സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, ക്യാഷ് കോ, ഡോഗ്. ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ മാർക്കറ്റ് ഷെയർ എക്സ് ആക്സിസിൽ മാർക്കറ്റ് ഷെയർ നമ്മൾ എടുത്തു. ഓക്കെ, Y ആക്സിസിൽ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പല കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഒരു ബിസിനസ്സിന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം, ക്യാഷ് കൗ നോക്കൂ. ക്യാഷ് കൗ ആണെങ്കിൽ മാർക്കറ്റ് ഷെയർ ഹൈ ആയിരിക്കും, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ആണെങ്കിലോ ലോ ആയിരിക്കും. അപ്പോൾ ഇതിന് നേരെ ഇങ്ങനെ നോക്കിയാൽ മതി. മാർക്കറ്റ് ഷെയർ ഹൈ ആയിരിക്കും, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോ ആയിരിക്കും. ഇവിടെ നോക്കാം, മാർക്കറ്റ് ഷെയർ ഹൈ, ക്യാഷ് കൗ ആണ് ആദ്യം നമ്മൾ എടുത്തത്, ക്യാഷ് കൗ ആണ്. മാർക്കറ്റ് ഷെയർ ഹൈ, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോ. ഓക്കെ, മാർക്കറ്റ് ഷെയർ ഹൈ, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോ. മാർക്കറ്റ് ഷെയർ നോക്കാം, മാർക്കറ്റ് ഷെയർ ഹൈ, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോ. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷൻ നോക്ക്. സ്റ്റാർ ആണെങ്കിലോ, സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അതായത് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈ ആവുന്ന ഒരു സിറ്റുവേഷൻ, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈ, അതേപോലെ തന്നെ മാർക്കറ്റ് ഷെയറും ഹൈ, രണ്ടും ഹൈ ആവുന്ന ഒരു സിറ്റുവേഷനാണ് സ്റ്റാർ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നല്ലൊരു സിറ്റുവേഷനാണ്. കമ്പനി സ്റ്റാറിലുണ്ടെന്നതിന് അർത്ഥം ഏറ്റവും നല്ല ഗുഡ് പൊസിഷനാണ്. അതായത് മാർക്കറ്റ് ഷെയർ നന്നായിട്ടുണ്ട്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് നന്നായിട്ട് വളരുന്നുണ്ട്, നല്ല ഷെയറും മാർക്കറ്റിലുണ്ട്. അതാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സിറ്റുവേഷനാണ്. മാർക്കറ്റ് ഷെയറും ഹൈ ആണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ഹൈ ആണ്. അതിനാണ് സ്റ്റാർ എന്ന് പറയാം. ദെൻ നോക്കാം, ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി ബിസിനസ് ചെയ്യണോ എന്ന ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈ ആണ്, പക്ഷേ മാർക്കറ്റ് ഷെയർ ലോയുമാണ്. മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈ ആണ്, പക്ഷേ മാർക്കറ്റ് ഷെയർ ലോ ആണ്. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നേരെ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, മാർക്കറ്റ് ഷെയർ ലോ ആണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ഹൈ ആണ്. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ, ഇനി ബിസിനസ് ചെയ്യണോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡോഗോ, മാർക്കറ്റ് ഷെയറും ലോ ആണ്, ഏറ്റവും മോശം സിറ്റുവേഷൻ ആണ്. മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ലോ ആണ്, മാർക്കറ്റ് ഷെയറും ലോ ആണ്. അതിനെയാണ് ഡോഗ് സിറ്റുവേഷൻ എന്ന് പറയാം. ഓക്കെ, മാർക്കറ്റ് ഷെയറും ലോ ആണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ലോ ആണ്. അപ്പം ഡോഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. നമുക്ക് അവിടെ നിന്ന് നഷ്ടം സംഭവിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു പോയിന്റാണ് ഡോഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. രണ്ടും ലോ ആയതുകൊണ്ടാണ് നഷ്ടം സംഭവിക്കുന്നത്. ഓക്കെ, ഹൻസ് ഓഫ് മെട്രിക്സ് ഇതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി മെട്രിക്സ് ആണ്. ഇവിടെ നോക്കുക, ഇവിടെ 4 സിറ്റുവേഷൻ: മാർക്കറ്റ് ഡെവലപ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ, മാർക്കറ്റ് പെനട്രേഷൻ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇവിടെ നോക്കുക, ന്യൂ മാർക്കറ്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. പുതിയ മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പോകണോ, എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ പോയാൽ മതിയോ, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് തന്നെ, നിലവിലുള്ള പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ മതിയോ, അതോ ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കണോ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് വരിക? പുതിയ മാർക്കറ്റിലേക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനം പോകണം. അതായത് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോകണം. ഓക്കെ, അതേസമയം എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ പോയാൽ മതി. അതായത് ഇന്ത്യയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഇന്ത്യയിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പോയാൽ മതിയോ? എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാക്കിയാൽ മതി. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പെൻസിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ പെൻസിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? അതായത് ന്യൂ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പെൻസിൽ മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മുടെ എന്താ പറയുക, ലൈക്ക് ബുക്സ് ഉണ്ടാക്കാം. അങ്ങനെയുള്ള പല പ്രൊഡക്റ്റിലേക്ക്, നമ്മുടെ ന്യൂ പ്രൊഡക്റ്റിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പോകണം. ഇതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 4 സിറ്റുവേഷൻ ഉണ്ടാവും. ഏതൊക്കെയാണ്? മാർക്കറ്റ് പെനട്രേഷൻ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ, മാർക്കറ്റ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇവിടെ നോക്ക്, മാർക്കറ്റ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ന്യൂ മാർക്കറ്റും ആദ്യം നമുക്ക് ഇവിടെ നോക്കാം. മാർക്കറ്റ് പെനട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റ് പെനട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്, നിലവിലുള്ള പ്രൊഡക്റ്റ് തന്നെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ വിൽക്കുന്നതിനെയാണ് മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയാം. ഓക്കെ, മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ വിൽക്കുന്നതാണ്. അതിന് നേരെയുള്ള ഗ്രാഫ് നോക്കിയാൽ മതി. ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണെങ്കിലോ ന്യൂ പ്രൊഡക്ട്സ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ വിൽക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും, അത് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ വിൽക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൊഡക്ട്സ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ വിൽക്കുന്നു. ദെൻ മാർക്കറ്റ് ഡെവലപ്മെന്റ് നോക്കിയേ. മാർക്കറ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ന്യൂ മാർക്കറ്റിൽ വിൽക്കുന്നതിനെയാണ് മാർക്കറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. അതേസമയം ഡൈവേഴ്സിഫിക്കേഷൻ നോക്ക്, ന്യൂ പ്രൊഡക്ട്സ് ന്യൂ മാർക്കറ്റിൽ വിൽക്കുന്നതിനെയാണ്, പുതിയ പ്രൊഡക്റ്റ് പുതിയ മാർക്കറ്റിൽ വിൽക്കുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ 4 സിറ്റുവേഷൻസ് നിങ്ങൾ ഓർത്ത്. ഈ ഡയഗ്രാം ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, സ്ട്രാറ്റജിക് അലയൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക. വെയിറ്റ് ഇതിവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. വെയിറ്റ് 95. ഓക്കെ, ഇവിടെ നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഫെമ ഉണ്ടല്ലോ, ഫെമയിലെ സെക്ഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 3 എന്താ? ഫെമയിലെ സെക്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഫെമ ഉണ്ടല്ലോ, അതിന്റെ സെക്ഷൻസ് ഇവിടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 3
dealing in foreign exchange, section 4 holding in foreign exchange, section 5 current account, section 6 capital account, section 7 export of goods and services, section 8 realization and repatriation of foreign exchange, section 9 exemption and from repatriation and realization. ഇതിൽ section 3, section 4, section 5, section 6, section 7 ഇത്രയും സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഓക്കെ, JRF ഒക്കെ കിട്ടാനുള്ള ഒരു പോയിന്റ്സ് ആണ്. ഫെമയിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൻ 3 എന്താ? ഡീലിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. സെക്ഷൻ 4 ഹോൾഡിംഗ്. സെക്ഷൻ 5 കറന്റ് അക്കൗണ്ട്. സെക്ഷൻ 6 ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയും 4 സെക്ഷൻസ് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത് വെക്കുക കേട്ടോ. ഫെമയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചിലപ്പം ചോദിക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഏതായാലും ഇതുകൂടെ തീർക്കാം. സ്ട്രാറ്റജീസ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ജോയിന്റ് വെഞ്ചർ. ഓക്കെ, നമുക്ക് ഇതുകൂടെ കംപ്ലീറ്റ് ആക്കാം, സ്പീഡാക്കാം. Okay, just completed within 10 minutes, maximum 10 minutes. Okay. Strategies in international business joint venture. Two companies joined for a temporary purpose. ഇതിനാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അതൊരു കമ്പനി എ എന്ന് പറയുന്ന ഒരു കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും കുറച്ച് കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി ജോയിൻ ചെയ്തു. അതിനെയാണ് മെർജ് ചെയ്തിട്ട് അവരെ ഒന്ന് ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഇതിനാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ജോയിന്റ് വെഞ്ചർ. അതായത് 2 firms in 1 industry, അതായത് ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള 2 ഫേംസ് ജോയിൻ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും രണ്ടും ഷൂസ് നിർമ്മാണ കമ്പനിയായിരുന്നു. ആ 2 കമ്പനി എന്ത് ചെയ്തു? കൂടി ചേർന്ന് ഒരു വലിയ കമ്പനിയായി എന്ത് ചെയ്തു? അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ 2 ഫേംസ് ഡിഫറെന്റ് ഇൻഡസ്ട്രി ആവാം. ഫോർ എക്സാമ്പിൾ ഒരു 2 കമ്പനീസ് ഉണ്ടായിരുന്നു. 2 കമ്പനീസ് 2 ഡിഫറെന്റ് ആയിരുന്നു. ഒരു കമ്പനി എന്ന് പറയുന്ന ബുക്ക് നിർമ്മാണ കമ്പനിയും ഒരു കമ്പനി എന്ന് പറയുന്ന ഷൂസ് നിർമ്മാണ കമ്പനിയായിരുന്നു. ഈ 2 കമ്പനികളും കൂടി ചേർന്നു. 2 firms ഡിഫറെന്റ് ഇൻഡസ്ട്രി. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ജോയിന്റ് വെഞ്ചർ നടത്താൻ വേണ്ടി. ഒരു ഇന്ത്യൻ ഫേമും ഫോറിൻ ഫേമും, ഒരു ഇന്ത്യയിലുള്ള ഫേമും ഒരു ഓസ്ട്രേലിയയിലുള്ള ഫേമും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ജോയിന്റ് വെഞ്ചർ നടത്താം. ബിറ്റ്വീൻ ആൻ ഇന്ത്യൻ ഫേം ആൻഡ് ഫോറിൻ ഫേം ഇൻ ദാറ്റ് കൺട്രി. അതായത് ഒരു ഇന്ത്യൻ ഫേമും ഇന്ത്യൻ കമ്പനിയും ഫോറിൻ കമ്പനിയും ആ രാജ്യത്ത്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയും ഓസ്ട്രേലിയയും ഇന്ത്യൻ കമ്പനിയും ഓസ്ട്രേലിയൻ കമ്പനിയും തമ്മിൽ കൂടി ചേർന്നിട്ട് ഒരു വലിയ കമ്പനിയാവാൻ തീരുമാനിച്ചു. പക്ഷേ അതിന്റെ ഹെഡ് ഓഫീസ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഏത് രാജ്യത്തായിരിക്കും? ഓസ്ട്രേലിയയിലായിരിക്കും, ഫോറിൻ കൺട്രിയിലായിരിക്കും, ദാറ്റ് കൺട്രിയിലായിരിക്കും. ഓക്കെ, between an Indian firm and foreign firm in third country, for example ഇന്ത്യൻ കമ്പനിയും ഓസ്ട്രേലിയൻ കമ്പനിയും കൂടെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിന്റ് വെഞ്ചർ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അവർ 2 പേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ബിസിനസ് നടത്താൻ തീരുമാനിച്ചു. പക്ഷേ അവർ ബിസിനസ് നടത്തുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? ഇപ്പോൾ കാനഡയിലായിരിക്കും. അവർ മൂന്നാമതൊരു രാജ്യത്തായിരിക്കും ബിസിനസ് നടത്തുക, തേർഡ് കൺട്രിയിലായിരിക്കും ബിസിനസ് നടത്തുക. അതാണ് ബിറ്റ്വീൻ ആൻ ഇന്ത്യൻ ഫേം ആൻഡ് ഫോറിൻ ഫേം ഇൻ തേർഡ് കൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് വെഞ്ചർ പോലെ തന്നെയാണ്, പക്ഷേ ഒരു സ്പെഷ്യൽ ലക്ഷ്യം അവിടെ ഉണ്ടാവും. അതായത് ഒരു 2 കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് ബിസിനസ് നടത്തുന്നത് തന്നെയാണ് സ്ട്രാറ്റജിക് അലയൻസ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നോക്കാം, ലാപ്ടോപ്പ് കമ്പനിയും ലാപ്ടോപ്പ് മാർക്കറ്റിംഗ് കമ്പനിയും ഒരുമിച്ച് ജോയിൻ ചെയ്തു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? മാർക്കറ്റിംഗ് ഓഫ് ലാപ്ടോപ്പ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു പ്രധാന ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്ന് പറയുന്ന മാർക്കറ്റിംഗ്, ലാപ്ടോപ്പ് മാർക്കറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടെ ജോയിന്റ് വെഞ്ചറിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു ടേമാണ്. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ ടെമ്പററി പർപ്പസിന് വേണ്ടി ചെറിയ ഒരു കാലത്തേക്ക് മാത്രമേ ജോയിന്റ് വെഞ്ചറിൽ 2 കമ്പനികൾ കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ബിസിനസ് നടത്തുള്ളൂ. സ്ട്രാറ്റജിക് അലയൻസ് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജിക് അലയൻസ് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസ്, പ്രീ കോമ്പറ്റീറ്റീവ് അലയൻസ്, നോൺ കോമ്പറ്റീറ്റീവ് അലയൻസ്, കമ്പറ്റീറ്റീവ് അലയൻസ്, അതേപോലെ തന്നെ പ്രീ കോമ്പറ്റീറ്റീവ് അലയൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഇവിടെ പ്രീ കോമ്പറ്റീറ്റീവ് അലയൻസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറും സപ്ലയറും തമ്മിലുള്ള, അതായത് സ്ട്രാറ്റജിക് അലയൻസ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയും ഒരു സപ്ലയർ കമ്പനിയും നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തിട്ട് അതൊരു സ്ട്രാറ്റജിക് അലയൻസ് രൂപീകരിച്ചു. അതിനെയാണ് പ്രീ കോമ്പറ്റീറ്റീവ് അലയൻസ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ നോൺ കോമ്പറ്റീറ്റീവ് അലയൻസ് നോക്കുക. സെയിം ഇൻഡസ്ട്രി ഡിഫറെന്റ് ലൊക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഒരു ഷൂസ് നിർമ്മാണ കമ്പനിയും മറ്റൊരു ഷൂസ് നിർമ്മാണ കമ്പനിയും തമ്മിൽ സ്ട്രാറ്റജിക് അലയൻസ് ഒരുമിച്ച് ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഡിഫറെന്റ് ലൊക്കേഷൻ ആയിരിക്കും. ഒരു കമ്പനി ഇന്ത്യയിലായിരിക്കും, ഒരു കമ്പനി ഓസ്ട്രേലിയയിലായിരിക്കും. ഡിഫറെന്റ് ലൊക്കേഷനിലുള്ള സ്ഥലങ്ങളിലായിരിക്കും നോൺ കോമ്പറ്റീറ്റീവ് അലയൻസ് വരിക. അതിന് താഴെയുള്ള ഹൈ ഇന്ററാക്ഷൻ ലോ കോൺഫ്ലിക്റ്റ് ആണെന്ന് നോക്കണ്ട. ഓക്കെ, ലോ ഇന്ററാക്ഷൻ ലോ കോൺഫ്ലിക്റ്റ് ആണെന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ കോംപ്ലക്സ് ആക്കണ്ട. ജസ്റ്റ് പ്രീ കോമ്പറ്റീറ്റീവ് അലയൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു മാനുഫാക്ചർ ഉണ്ടാവും, ഒരു സപ്ലയർ ഉണ്ടാവും. ഇവർ 2 കമ്പനീസാണ്. ഒരു മാനുഫാക്ചറിങ് കമ്പനി ഒരു സപ്ലയർ കമ്പനിയുമാണ് എന്ത് ചെയ്യുന്നത്? സ്ട്രാറ്റജിക് അലയൻസ് തുടങ്ങുന്നത്. ദെൻ കോമ്പറ്റീറ്റീവ് അലയൻസ് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് ഫേംസ്, 2 കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ നടത്തിയ ഫേം ആയിരുന്നു. പക്ഷേ ഇവർ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഇവർക്ക് 2 പേർക്ക് ഒരുമിച്ച് ബിസിനസ് നടത്താം. അതാണ് കോമ്പറ്റീറ്റീവ് ഫേംസ് തമ്മിലുള്ള ബിസിനസ് നടത്തുന്നതിനാണ് കോമ്പറ്റീറ്റീവ് അലയൻസ് എന്ന് പറയാം. അതേപോലെ തന്നെ പ്രീ കോമ്പറ്റീറ്റീവ് അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പ്രോ, ഇവിടെ പ്രീ, മാറരുത്. ഡിഫറെന്റ് ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ ഒരു ഷൂസ് നിർമ്മാണ കമ്പനിയും ഒരു പെൻസിൽ നിർമ്മാണ കമ്പനിയും, രണ്ടും ഡിഫറൻസ് ആണല്ലോ. ഡിഫറൻസ് ആയിട്ടുള്ള 2 ഇൻഡസ്ട്രീസ് തമ്മിൽ കൂടി ചേർന്നിട്ട് സ്ട്രാറ്റജിക് അലയൻസ് നടത്തുന്നതിനാണ് പ്രീ കോമ്പറ്റീറ്റീവ് അലയൻസ് എന്ന് പറയാം. ഓക്കെ, സെയിം ഇൻഡസ്ട്രി ആണെങ്കിലോ, സെയിം ഇൻഡസ്ട്രി ഡിഫറെന്റ് ലൊക്കേഷൻ ആണെങ്കിൽ നോൺ കോമ്പറ്റീറ്റീവ് അലയൻസ്. ഓക്കെ, കോമ്പറ്റീറ്റീവ് ഫേംസ് ആണെങ്കിൽ കോമ്പറ്റീറ്റീവ് അലയൻസ്. പ്രോ കോമ്പറ്റീറ്റീവ് അലയൻസ് മാനുഫാക്ചർ കമ്പനി സപ്ലയർ കമ്പനി തമ്മിൽ നടത്തുകയാണെങ്കിൽ. ഓക്കെ,
ഇനി നോക്കുക റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കമ്പനി പൂട്ടും, അടക്കും. അപ്പോൾ ചില സാഹചര്യങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഒന്ന് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മാനേജ്മെന്റിനൊക്കെ മാറ്റും. നിലവിൽ നല്ല നഷ്ടത്തിലാണ് കമ്പനി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ടേൺ അറൗണ്ട് സ്ട്രാറ്റജി നോക്കും. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, മാനേജ്മെന്റിനെ മാറ്റിക്കൊണ്ടുവരും. ഇവിടെ ഇല്ല, ചേഞ്ചസ് ഇൻ മാനേജ്മെന്റിനെ എന്ത് ചെയ്യും, നമ്മൾ മാറ്റും. ഡിവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഭയങ്കര നഷ്ടത്തിലാണ് കമ്പനി പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അസറ്റിന്റെ ഒരു ഭാഗം വിൽക്കും. ലിക്വിഡേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു രക്ഷയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പനി പൂട്ടും, വൈൻഡപ്പ് ചെയ്യും, ലിക്വിഡേറ്റ് ചെയ്യും. ഇതാണ് റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്പനി നമുക്ക് എങ്ങനെയൊക്കെ മാക്സിമം നഷ്ടത്തിൽ നിന്ന് കരകയറ്റാം എന്നുള്ള കാര്യമാണ് റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മുടെ കമ്പനി പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. ഒന്ന് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, പല രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നോക്കാം, കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഷൂസ് നിർമ്മാണ കമ്പനിയും മറ്റൊരു ഷൂസ് നിർമ്മാണ കമ്പനിയും തമ്മിൽ കൂടിച്ചേരാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഷൂസ് നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നത് ഇന്ത്യയിലായിരുന്നു, മറ്റൊരു ഷൂസ് നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ രണ്ട് കമ്പനികൾ കൂടി ചേർന്നിട്ട് പല രാജ്യങ്ങളിലേക്ക് ഈ സെയിം ബിസിനസ് തന്നെ വ്യാപിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. അതിനെയാണ് നമ്മൾ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. സിമിലർ ആയിരിക്കും. അതായത് ഷൂസ് നിർമ്മാണ കമ്പനി ആണെങ്കിൽ ഷൂസ് നിർമ്മാണം തന്നെയായിരിക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ചെയ്യാം. അതേപോലെ അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ, കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു ഷൂസ് നിർമ്മാണ കമ്പനിയാണ് ഉണ്ടായിരുന്നത്, പക്ഷെ അത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഷൂസ് കമ്പനിയായിട്ടല്ല പോകുന്നത്, ചെരുപ്പ് അല്ലെങ്കിൽ വേറെ രീതിയിൽ മൊബൈൽ ചാർജർ ഉണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടാക്കുന്ന കമ്പനി, അങ്ങനെ പല രീതിയിലാണ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അല്ല, ഷൂസും മൊബൈലുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ആണെങ്കിൽ കൺഗ്ലോമറേറ്റ്, റിലേറ്റഡ് ഉള്ള അതാണെങ്കിൽ കോൺസെൻട്രിക്. ദെൻ ഇന്റഗ്രേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇന്റഗ്രേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് തന്നെ മെർജ് ചെയ്യാമെന്ന് ചെയ്യുക. സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് വെച്ചാൽ എന്താ, ഞാനിപ്പോൾ പറഞ്ഞ ഷൂസ് നിർമ്മാണ കമ്പനിയും കൂടെ കൂടി ചേർന്നിട്ട് സെയിം ബിസിനസ് തന്നെ ഒരുമിച്ച് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അവർ. സെയിം ബിസിനസ് ആണെങ്കിൽ. വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ബിസിനസ് ആണ്. ഫോർ എക്സാമ്പിൾ, ബാക്ക്വേർഡ് വെർട്ടിക്കൽ ആൻഡ് ഫോർവേഡ് വെർട്ടിക്കൽ രണ്ടായിട്ട് നമുക്ക് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ തരത്തിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഷൂസിന്റെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും ഷൂസ് മാർക്കറ്റ് ചെയ്യുന്ന വിൽക്കുന്ന ഒരു കമ്പനിയും കൂടെ മെർജ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ കോമ്പിനേഷൻ ഓഫ് ബിസിനസ് മെർജ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുക, ബാക്ക്വേർഡ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, റോ മെറ്റീരിയൽസ്, ഷൂസിന്റെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കമ്പനി. ഷൂസിന്റെ മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്ന കമ്പനി, ഷൂസ് വിൽക്കുന്ന കമ്പനി, അതേപോലെ തന്നെ ഷൂസിന്റെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കമ്പനി. അങ്ങനെ രണ്ട് കമ്പനികൾ മെർജ് ചെയ്യുകയാണെങ്കിൽ അതിന് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. അതേപോലെ സെയിം ബിസിനസ് മെർജ് ചെയ്യുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റഗ്രേഷൻ. അതിന്റെ കോമ്പിനേഷൻ ഓഫ് ബിസിനസ്, രണ്ട് റോ മെറ്റീരിയൽസിന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും രണ്ട് കോമ്പിനേഷൻ ഓഫ് ബിസിനസ് മെർജ് ചെയ്യുകയാണെങ്കിൽ അതിന് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്നാണ് പറയാം. ദെൻ 102 102ാമത്തെ പേജിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മളിത് കംപ്ലീറ്റഡ് ആക്കും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലാണ് ഇനി നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇവിടെ നോക്കാം, ഇതിൽ സെക്ഷൻ 3 ഡീലിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, സെക്ഷൻ 4 ഹോൾഡിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, സെക്ഷൻ 5 കറന്റ് അക്കൗണ്ട്, സെക്ഷൻ 6 ക്യാപിറ്റൽ അക്കൗണ്ട്. ഫെമയുമായി ബന്ധപ്പെട്ടുള്ള ഈ 4 സെക്ഷൻസ് പ്രധാനമായിട്ട് ഓർത്തുക. സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 5, സെക്ഷൻ 6. ഈ 4 സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റഗ്രേഷൻ സ്ട്രാറ്റജി, അതേപോലെ തന്നെ റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി, പിന്നെ റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി തന്നെ ടേൺ അറൗണ്ട്, ഡിവെസ്റ്റ്മെന്റ്, ലിക്വിഡേഷൻ സ്ട്രാറ്റജിക് അലയൻസിന്റെ കാര്യം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.